നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. നല്ലൊരു ദിവസം എല്ലാ പ്രേക്ഷകർക്കും ആശംസിക്കുകയാണ്. മഴ ഇല്ല എന്നുള്ള പരാതിയുള്ളവർക്ക് പരിഹാരമാണ് കഴിഞ്ഞ 2 ദിവസമായി. വലിയ ശക്തമായ മഴ, സംസ്ഥാനത്ത് അതിതീവ്രമായ മഴ, അതിന്റെ മുന്നറിയിപ്പ് തുടരുകയാണ്. ഇടുക്കി, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 10 ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ അതുകൊണ്ട് തന്നെ വലിയ മഴയ്ക്കുള്ളൊരു സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ പറയുന്നത്. കൊല്ലത്ത് എന്തായാലും യെല്ലോ അലേർട്ട് ഉണ്ട്. എന്തായാലും അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ തുടരുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് ലഭിക്കുന്നത്. അതുമാത്രമല്ല, ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് എറണാകുളം, ആലപ്പുഴ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ് അവധി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ അറിയാത്ത എല്ലാ പ്രേക്ഷകർക്കുമായി ഒരിക്കൽ കൂടെ പറയുകയാണ്, എറണാകുളം, ആലപ്പുഴ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് ആകട്ടെ കോളേജുകൾ ഒഴികെ സ്കൂളുകൾക്ക് മറ്റും അവധിയാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്, ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി പോകണം. മറ്റു വാർത്തകളിൽ പൊതുവ്യക്തി നിയമത്തിനെതിരെ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ വിളിച്ചു ചേർത്ത സമുദായ സംഘടനകളുടെ യോഗം ഇന്ന് കോഴിക്കോടുണ്ട്. സുന്നി EK AP ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് സംഘടനാ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഏകീകൃത സിവിൽ കോഡ് വിഷയം അത് വലിയൊരു വിഷയത്തിലേക്ക്, പ്രത്യേകിച്ചും CPM-നെ എങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ CPM-നേക്കാൾ ഒരു പടി മുന്നിൽ എങ്ങനെ കയറാമെന്നുള്ളൊരു ഇതിൽ തന്നെയായിരിക്കും ലീഗ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ യോജിച്ച പ്രതിഷേധത്തിന് പരിപാടികളെ കുറിച്ചൊക്കെ ഉള്ള ചർച്ച ഇന്ന് ലീഗിന്റെ യോഗത്തിലുണ്ടാകും. ഒപ്പം മറ്റൊരു വാർത്ത, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കാളിയാറിനെതിരെ KSUവിന്റെ പുതിയൊരു PhD തട്ടിപ്പ് ആരോപണമുണ്ട്. തലശ്ശേരിയിൽ സർക്കാർ സ്കൂൾ അധ്യാപകനായിരുന്ന കാലയളവിലാണ് രതീഷ് ആസാമിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തതെന്ന് ആരോപിച്ച് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ രംഗത്ത് വന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്ന കൈതോലപ്പായ വിവാദം തന്നെയാണ്. എന്തായാലും കൈതോലപ്പായയിൽ CPM ഉന്നതൻ കോടികൾ കടത്തിയെന്ന വെളിപ്പെടുത്തലിനെ കുറിച്ചുള്ള അന്വേഷണത്തിനായി ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ശക്തിധരന്റെ മൊഴി ഇന്ന് എടുക്കില്ല എന്നുള്ളൊരു വിവരമുണ്ട്. ഇന്ന് ഹാജരാകേണ്ടെന്ന് പോലീസ് ശക്തിധരനെ അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെയും KPCC അധ്യക്ഷനെയും കള്ളക്കേസിൽ കുടുക്കിയെന്ന് ആരോപിച്ച് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ സമരം, അത് മറ്റൊരു സ്ഥലത്ത് ഇത് നടക്കുന്നുണ്ട് അല്ലേ? തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തേക്കും ജില്ലകളിലെ SP ഓഫീസുകളിലേക്കുമാണ് മാർച്ച്. ഒപ്പം മഹാരാഷ്ട്രയിലേക്ക് പോയാൽ അവിടെയും ഇങ്ങനെ മഹാനാടകം തുടരുകയാണ്. അജിത് പവാർ ക്യാമ്പിനൊപ്പം നിന്ന MLA ശരത് പവാർ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായും ഇന്ന് രാവിലെ നൽകാനുള്ള വാർത്തകൾ. തുടങ്ങി ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് ഈ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ വരാം. ആദ്യം തന്നെ ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ കണ്ട് തിരികെ എത്തും. പ്രതിനിധികൾ വിവരങ്ങളുമായി ചേരും. പ്രധാനമായും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മഴയുടെ വാർത്തയിലേക്ക് തന്നെ പോകാം. മഴയുടെ ഒരു സാഹചര്യം നമുക്ക് പരിശോധിക്കണം. നമ്മുടെ പ്രതിനിധികൾ എല്ലായിടത്തും സജ്ജരാണ്. നമുക്ക് ആദ്യം ഐശ്വര്യ അനിലുണ്ട്. ഐശ്വര്യ, കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചതുപോലെ അതിശക്തമായ അതിതീവ്രമായ മഴയാണ്. സംസ്ഥാനത്തുടനീളം വലിയ മഴ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇന്നലെ രാത്രി അടക്കം നമുക്ക് ലഭിച്ച വിവരങ്ങൾ? മഴയുമായി ബന്ധപ്പെട്ട് 2-3 ദിവസം മഴ തുടരുമെന്നാണല്ലോ മുന്നറിയിപ്പ്. രഞ്ജിത്ത്, തീർച്ചയായും അതായത് വരുന്ന 5 ദിവസവും അതിശക്തമായ മഴ തുടരും എന്നുള്ള മുന്നറിയിപ്പ് ഉണ്ട്. ഒപ്പം തന്നെ ഇടുക്കി, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്രമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട്. അലേർട്ടുകൾ മാറി മറിയുകയാണ്. എങ്കിൽ പോലും തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പുകൾ പരിഗണിക്കണം, അല്ലെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ട് എല്ലാ വിധത്തിലും ജനങ്ങൾ അധികൃതരോടൊപ്പം സഹകരിക്കണം എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം
മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും മഴ മുന്നറിയിപ്പുകൾ പരിഗണിച്ച് ഈ മത്സ്യബന്ധനത്തിനൊക്കെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള അതായത് ഇന്നലെ രാത്രിയോടുകൂടി ഈ മത്സ്യബന്ധനത്തിന് പോയ ഒരു ബോട്ട് പെരുമാതുറയിൽ മറിയുകയും അവിടുന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാനാണ് നിലവിൽ ജില്ലാ കളക്ടർ അടക്കമുള്ള അധികൃതർ ആവശ്യപ്പെടുന്നത്. കാരണം മത്സ്യബന്ധനത്തിന് ഒരു തരത്തിലും പോകരുത്, തീരദേശ മേഖലയിൽ അതീവ ജാഗ്രത വേണം എന്നുള്ള നിർദ്ദേശമാണ്. അപകടങ്ങൾ ഒഴിവാക്കാനാണ് അത്തരത്തിലുള്ള നിർദ്ദേശം നൽകുന്നത്. അത് തീരദേശ മേഖലയിൽ മാത്രമല്ല, മലയോര മേഖലയിലും അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതയുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ആ അപകട സാധ്യത കണക്കിലെടുത്ത് അധികൃതർ അവിടെ നിന്ന് മാറി താമസിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിർദ്ദേശം നൽകുകയോ ചെയ്താൽ അത് കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറി താമസിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വരുന്ന 5 ദിവസവും ശക്തമായ മഴ. ഇപ്പോൾ തിരുവനന്തപുരത്ത് യെല്ലോ അലേർട്ട് ആണെങ്കിൽ പോലും വ്യാപക മഴയുണ്ട്. അത് നഗരപ്രദേശങ്ങളിലാകട്ടെ, തീരദേശ മേഖലയിലാകട്ടെ, ഒപ്പം തന്നെ ഈ മലയോര മേഖലയിലാകട്ടെ എല്ലായിടങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്, വ്യാപകമായ മഴ തുടരുകയാണ്. കഴിഞ്ഞ രാത്രിയും ഈ മഴ തുടർന്നു. സാധാരണഗതിയിൽ ഈ കഴിഞ്ഞ 2-3 ദിവസവും അലേർട്ട് ഉണ്ടായിരുന്നെങ്കിലും തിരുവനന്തപുരത്ത് അത്തരത്തിൽ വ്യാപകമായ മഴ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ മഴ പെയ്തിരുന്നില്ല. തീരദേശ മേഖലയിലും മലയോര മേഖലയിലും മാത്രമാണ് മഴ പെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നഗരപ്രദേശങ്ങളിലടക്കം വ്യാപകമായ മഴയാണ് നമുക്ക് രാവിലെ കാണാനാകുന്നത്. ഈ മഴ തുടരുമെന്ന് തന്നെയല്ലേ മുന്നറിയിപ്പ്? ഈ വലിയ മഴ തിരുവനന്തപുരം തലസ്ഥാനത്ത് അടക്കമുണ്ട്. ഇന്നലെ തമ്പാനൂരിലൊക്കെ വെള്ളക്കെട്ടുണ്ടായിരുന്നു, കാര്യമായ വെള്ളക്കെട്ട് പല പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. ഇത് മഴ തുടരുമെന്നാണ്. മറ്റു നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഐശ്വര്യ? നിലവിൽ തിരുവനന്തപുരത്ത് അത്തരത്തിൽ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പെരുമാതുറയിലെ ഒരു അപകടം ഒഴിച്ചു നിർത്തിയാൽ മറ്റ് അത്തരത്തിൽ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അത്തരം അപകടങ്ങൾ പോലും ഒഴിവാക്കാമായിരുന്നു. കാരണം മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന കർശന നിർദ്ദേശം അധികൃതർ മുന്നോട്ട് വയ്ക്കുകയാണ്. അത് അനുസരിക്കാൻ തയ്യാറാകണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അനുസരിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും വ്യാപകമായ മഴ തിരുവനന്തപുരത്ത് മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ വ്യാപകമായ മഴയാണ്. വരും ദിവസങ്ങളിൽ അത് തുടരും. വരുന്ന 5 ദിവസവും ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. കാസർഗോട്ടേക്ക് ഒന്ന് പോകണം. അവിടെ ബൈജു തയ്യാറാണ്. കാസർഗോഡ് പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. കാരണം കാര്യമായ മഴ കാസർഗോഡ് ജില്ലയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് ബൈജു കാസർഗോട്ടെ സാഹചര്യം? രഞ്ജിത്തെ, കഴിഞ്ഞ 24 മണിക്കൂറായി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് കാസർഗോഡുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മദ്രസ ഉൾപ്പെടെ ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇന്നലെ അങ്ങടിമകർ സ്കൂളിൽ മരം കടപുഴകി വീണ് ഒരു വിദ്യാർത്ഥി മരണപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അതീവ ജാഗ്രത പുറത്തുന്ന രീതിയിലാണ് ഭരണകൂടം മുന്നോട്ട് നീങ്ങുന്നത്. മാത്രമല്ല ഈ സ്കൂളുകൾക്ക് മുകളിൽ ഇത്തരത്തിൽ അപകടകരമായ മരങ്ങൾ ഉണ്ടെങ്കിൽ ആ വിവരം കലക്ടറെ അറിയിക്കണമെന്ന ഒരു അറിയിപ്പും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്തായാലും തീരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രത ഉണ്ടാകണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം കടലാക്രമണ സാധ്യതയുണ്ട്. ഒപ്പം ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. മലയോര മേഖലകളിലടക്കം ഇത് ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ട് കഴിഞ്ഞു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായി പെയ്ത മഴയാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടിന് ഇടയാക്കിയത്. എന്തായാലും കഴിഞ്ഞ കാലവർഷത്തിൽ നമുക്കറിയാം ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോഴും മഴ ശമിച്ചിട്ടില്ല. മലയോര മേഖലകളിലാണ് ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നത്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ട്. അതുമാത്രമല്ല വൈദ്യുതി ബന്ധവും പല സ്ഥലങ്ങളിലും നിലച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ നിലച്ച വൈദ്യുതി പല സ്ഥലങ്ങളിലും പുനഃസ്ഥാപിക്കാൻ ഇതുവരെ ആയിട്ടില്ല. എന്തായാലും ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ആരെയും തന്നെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടില്ല. മറ്റൊരു പ്രധാന വെല്ലുവിളി ദേശീയപാതയാണ്. ദേശീയപാതയുടെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലവിൽ ജില്ലയിലുണ്ട്. അത് മഞ്ചേശ്വരം മുതൽ കാലിക്കട് തൃക്കരിപ്പൂർ അതിർത്തി വരെ എല്ലാ പ്രദേശങ്ങളിലും ഇത് നമുക്ക് കാണാം. വെള്ളക്കെട്ട്, വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലുള്ളവരും ജാഗ്രത പുലർത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ കാസർഗോഡ് ജില്ലയിലില്ല. അതേസമയം ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. എന്തായാലും ഇന്ന് ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശരി, കെ വി ബൈജു ആണ് കാസർഗോഡ് നിന്നും വിശദാംശങ്ങൾ.
പങ്കുവച്ചു. നവമി ദിനേശ് എറണാകുളത്തും അവധിയുണ്ട്. നവമി ദിനേശ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നവമി, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് പ്രത്യേകിച്ചും ഇന്നലെ തൊട്ട് വലിയ മഴയാണ് എറണാകുളം ജില്ലയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. റെഡ് അലർട്ട് അടക്കമുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു മഴയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? കനത്ത മഴയാണോ എറണാകുളത്ത്? ഭവ്യ, ഇന്ന് എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. ഇന്ന് പുലർച്ചെ മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും ഇടമുറിയാതെ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത ജാഗ്രതയിലാണ് എറണാകുളം ജില്ല. മറ്റൊരു കാര്യം, മലയോര പ്രദേശങ്ങളിലും ഇടമുറിയാതെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. അവർക്കും കർശനമായ ജാഗ്രത പാലിക്കണമെന്നും മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണമെന്നും ഇന്നലെ മുതൽ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, കടലാക്രമണ സാധ്യത നിലനിൽക്കുന്നതിനാൽ തീരദേശത്ത് താമസിക്കുന്നവർക്ക് കർശന നിർദ്ദേശവും ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഇവരും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇന്നലെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു കാരണവശാലും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നുള്ള ഒരു നിർദ്ദേശം കൂടി മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് പുലർച്ചെ തുടങ്ങിയ മഴയാണ്. ചെറിയൊരു മഴ പെയ്താൽ പോലും പൂർണ്ണമായും വെള്ളത്തിലുള്ള സ്ഥലമാണ് കൊച്ചി. പ്രത്യേകിച്ചും വെള്ളക്കെട്ട് അത് കൊച്ചിക്ക് വേണ്ടി മാത്രമെന്ന് പറയേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വലിയ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് വെള്ളക്കെട്ടിന്റെ ഒരു സാഹചര്യം കൊച്ചിയിൽ? ഭവ്യ, ഇതുവരെയും നമുക്ക് കൊച്ചിയിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകളൊന്നും രൂപപ്പെട്ടിട്ടില്ല. കാരണം അങ്ങിങ്ങ് ചെറിയ തരത്തിലുള്ള ഒരു വെള്ളക്കെട്ടുകൾ ഒഴിച്ചാൽ വലിയ അപകടകരമായിട്ടുള്ള രീതിയിൽ വെള്ളക്കെട്ടുകളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതൊരു ആശ്വാസകരമായ വാർത്തയും കൂടിയാണ്. മറ്റൊന്ന്, ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട് അതിനു മുൻപ് തന്നെ തോടുകളുടെയും പുഴകളുടെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതടക്കമുള്ള ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയും കോർപ്പറേഷൻ വളരെ വിപുലമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാമെന്ന ഒരു നിഗമനത്തിൽ കൂടിയാണ് അധികൃതർ. എന്തായാലും നമുക്ക് ഇന്നലെ തന്നെ സെന്റ് ആൽബർട്ട് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ മുകളിലേക്ക് മരച്ചില്ല വീണ് ഒരു അപകടം പറ്റുന്ന സാഹചര്യമുണ്ടായി. ആ കുട്ടിയുടെ നില ഇപ്പോൾ ഗുരുതരമല്ല എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് അവസാനം ലഭിച്ചത്. എന്തായാലും മഴ കനക്കുകയാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് വെള്ളക്കെട്ട് ഒരു പ്രശ്നമാണ്. ഗതാഗത കുരുക്ക് മറ്റൊരു പ്രശ്നമാണ്. നിരത്തിലിറങ്ങുന്നവർ അതിജാഗ്രതയോടുകൂടി തന്നെ വാഹനങ്ങൾ ഓടിച്ചു പോകണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എന്തായാലും കളക്ടർക്ക് എല്ലാവിധ മുന്നൊരുക്കങ്ങളും സ്വീകരിക്കണമെന്ന് റവന്യൂ വകുപ്പ് അടക്കം ഇന്നലെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും എറണാകുളം ജില്ലയിൽ ഇപ്പോഴും ഇടമുറിയാതെ മഴ അതിശക്തമായി തന്നെ തുടരുകയാണ്. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. തുടരുക, കാസർഗോഡും ഇന്നലെ നവമി പറഞ്ഞ പോലെ കാസർഗോഡും ഒരു അപകടം സംഭവിച്ചിരുന്നു. കാസർഗോഡും മരം ഒടിഞ്ഞു വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സാഹചര്യം ഉണ്ടായിരുന്നു. ബൈജു, ഇന്നലെ ഇത്തരം ചില അപകടങ്ങൾ കൂടി കാസർഗോഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ, മറ്റേതെങ്കിലും മേഖലകളിൽ ഇത്തരം നാശനഷ്ടങ്ങൾ ഇതിനകം സംഭവിച്ചിട്ടുണ്ടോ? ബൈജു, ഇന്നലെ കാസർഗോഡ് സംഭവിച്ച ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ്. മരച്ചില്ല വീടിന് മുകളിലേക്ക് വീണ് ഒരു അപകടം സംഭവിച്ചു. സമാനമായി തന്നെ ഇന്നലെ കാസർഗോഡും സ്കൂളിന് മുകളിലേക്ക് വീണ്. സമാനമായി തന്നെ ഇന്നലെ എറണാകുളത്തും ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരുന്നു. ഇനിയും ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. കാരണം ഇത്തരം മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുകയും വെള്ളക്കെട്ടുകളുണ്ടാകുകയും രൂപപ്പെടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ജാഗ്രത എല്ലാവരും പുലർത്തണം. നമുക്ക് പ്രിൻസിലേക്കൊന്ന് പോകണം. ഇടുക്കിയുടെ മലയോര മേഖലകളിലും വലിയ മഴയുണ്ട് എന്നാണ്. ഒപ്പം ഇടുക്കി ഡാമിൻ്റെ അവസ്ഥ, നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡാമിലെ വെള്ളത്തിൻ്റെ കുറവിനെക്കുറിച്ചടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ കാര്യമായ മഴ പെയ്യുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ് ഭവ്യ. ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ശക്തമായ മുന്നൊരുക്കങ്ങളാണ് ജില്ലയിൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ രാവിലെ കാര്യമായ മഴയില്ല. മിക്ക പ്രദേശങ്ങളിലും നേരിയ ചാറ്റൽ മഴ മാത്രമാണ് പെയ്യുന്നത്. എങ്കിലും ശക്തമായ മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ പ്രത്യേക അവലോകന യോഗം ചേർന്നിരുന്നു. മുന്നൊരുക്കങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നു. ഓരോ താലൂക്കുകൾ കേന്ദ്രീകരിച്ചും കൺട്രോൾ റൂമുകൾ തീർന്നിട്ടുണ്ട്. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ദുരന്ത നിവാരണ സേന 25-അംഗ ദുരന്ത നിവാരണ സേന ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടുന്ന എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം വിവിധ വകുപ്പുകൾക്ക് പോലീസ്, ആരോഗ്യം,
റവന്യൂ വകുപ്പുകൾക്കൊക്കെ ഫയർഫോഴ്സ് വകുപ്പുകൾക്കൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാഹചര്യങ്ങളും ഉരുൾപൊട്ടൽ സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആളുകൾക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരെ ആവശ്യമെങ്കിൽ മാറ്റിപ്പറപ്പിക്കാനുള്ള മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം വിനോദസഞ്ചാര മേഖലയിലേക്കും നദികൾ മുറിച്ചു കടക്കുന്നതിനുമൊക്കെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മൺസൂൺ കാലഘട്ടത്തിൽ ഇടുക്കിയിൽ കാര്യമായ മഴ പെയ്തിരുന്നില്ല. ഇന്നലെയാണ് ശക്തമായ മഴ ഈ ജില്ലയിൽ ലഭിച്ചത്. അപ്പം ഇന്നും അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് കരുതുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും ഇടുക്കി ഡാമിലേക്കും ഒക്കെയുള്ള നീരൊഴുക്ക് വലിയ തോതിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഒപ്പം മറ്റു ഡാമുകളിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കാര്യമായ മഴ ലഭിക്കാത്തതിന്റെ ഈ ജില്ലയിലെ ഡാമുകളിലെ ജലനിരപ്പിൽ കാര്യമായ ഒരു വർധനവ് ഇത്തവണ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മഴയുടെ സാഹചര്യങ്ങൾ കൂടി ഇടുക്കിയിലെ ഡാമിന്റെ ജലനിരപ്പിലേക്ക് ബാധിക്കും, ഈ കാര്യങ്ങൾ വിലയിരുത്തേണ്ടി വരും. എന്തായാലും ശക്തമായ മഴ ഇന്നുണ്ടാകുമെന്നാണ് കരുതുന്നത്. അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ജില്ലയിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. ഏതൊരു സാഹചര്യം നേരിടാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ശക്തമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. രഞ്ജിത്ത്, നമുക്ക് ആലപ്പുഴയിലേക്ക് കൂടി ഒന്ന് പോകണം. ആലപ്പുഴയിൽ കൂടി പോകണം. ആലപ്പുഴയിൽ പോകുന്നതിന് മുൻപ് നമ്മളോട് അജയ് ശിവപ്രസാദ് ചോദിക്കുന്നുണ്ട്, പത്തനംതിട്ട ജില്ലയിൽ മഴയുണ്ടോ എന്ന്. പത്തനംതിട്ട ജില്ലയിൽ അവധി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ അവധി എന്തായാലും പ്രഖ്യാപിച്ചിട്ടില്ല. വൈകി വന്ന പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി പറയുകയാണ്, പ്രത്യേകിച്ച് 3 ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുള്ളത്. ഒന്ന് ആലപ്പുഴ, എറണാകുളം, കാസർഗോഡ്. ഈ 3 ജില്ലകളിൽ മാത്രമാണ് നിലവിൽ വിദ്യാഭ്യാസ കോളേജുകൾക്ക് പ്രവർത്തന ദിവസമാണ്. സ്കൂളുകൾക്കാണ് അവധി. സ്കൂളുകൾക്ക്, അംഗൻവാടികൾക്ക് ഒക്കെ അവധിയാണ്. പക്ഷേ കോളേജുകൾ പതിവുപോലെ പ്രവർത്തിക്കുമെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അതെ, ഇപ്പൊ എന്തായാലും അജയന്റെ അറിവിൽ പറയുന്നു പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയില്ല. നമുക്കിനി നേരെ ആലപ്പുഴയിലേക്ക് പോകണം. ആലപ്പുഴയിൽ ശരണ്യ സ്നേഹജനുണ്ട്. ശരണ്യ, പ്രത്യേകിച്ചും ഗുഡ് മോർണിംഗ്. ഇന്ന് എന്തായാലും അവധിയാണ് ആലപ്പുഴയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ. നിലവിലൊരു സാഹചര്യം എന്താണ്? പ്രത്യേകിച്ചും കുട്ടനാട് മേഖലകളിലൊക്കെ വലിയ മഴയുണ്ടോ അവിടെ? ശരണ്യക്ക് കേൾക്കാമോ? ഏതായാലും ആലപ്പുഴയിലാണ് ശരണ്യ അവധി. ഇത് അവിടെ സ്കൂളുകൾക്കും കോളേജുകൾക്കും മറ്റും അവധിയാണ്. ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണോ അവിടെ? രഞ്ജിത്ത് ഭവ്യ, ഗുഡ് മോർണിംഗ്. ആലപ്പുഴയിൽ ഇന്നലെ മുതൽ തന്നെ നല്ല മഴ ഉണ്ടായിട്ടുണ്ട്. രാത്രിയൊക്കെ തോരാതെ പെയ്യുന്ന മഴയായിരുന്നു. ഇന്നിപ്പോ പുലർച്ചയോടുകൂടി, അതായത് ഒരു 6:30 ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 5 മണിക്ക് ശേഷമുള്ള റഡാർ പരിശോധനയിൽ ശക്തമായ മഴയ്ക്ക് ഇന്ന് ആലപ്പുഴയിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാവിലെ 6:30 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. അതേസമയം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള PSC പോലെയുള്ള പരീക്ഷകൾ നടക്കും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴ ജില്ലയിൽ താഴ്ന്ന മേഖലകൾ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ കുറവായിരുന്നു. പക്ഷെ ഇന്നലെ മുതലാണ് മഴ ശക്തി പ്രാപിച്ചത്. അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലൊന്നും വെള്ളം കയറിയിട്ടില്ല. AC റോഡിന്റെ നവീകരണം അടക്കം നടക്കുന്നതുകൊണ്ട് ആ ഭാഗങ്ങളിലൊന്നും വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. എന്തായാലും എടത്വ, തലവടി അടക്കമുള്ള ഇടങ്ങളിലാണ്, പ്രത്യേകിച്ച് പമ്പയാറിന്റെ തീരപ്രദേശങ്ങളിലാണ് പ്രശ്നം കൂടുതലായി ഉണ്ടാവുന്നു. കൈനഗിരി അടക്കമുള്ള ഇടങ്ങളിലും. എന്നാൽ നിലവിൽ അവിടെ ഗുരുതരമായ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ ഉള്ള പെയ്ത്ത് വെള്ളം നിൽക്കുന്ന സാഹചര്യമേ ഉള്ളൂ. എന്നാൽ വരും മണിക്കൂറുകൾ അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി NDRFന്റെ സംഘം ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 24-അംഗ സംഘം ആലപ്പുഴയിൽ എത്തുകയും ജില്ലാ കളക്ടറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന് തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ട്, തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു കരാർ തൊഴിലാളി, അതായത് ഈ JCB ഓപ്പറേറ്റർ ആയിട്ടുള്ള ഒരാൾ ജോലി കഴിഞ്ഞതിന് ശേഷം പൊഴിയിൽ ശരീരം വൃത്തിയാക്കുന്നതിനിടയിൽ പൊഴിയിൽ വീഴുകയുണ്ടായി. ഇയാൾ ബീഹാറുകാരനാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നുണ്ട്. ഇയാൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനത്തെ അപകടം ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് പ്രശ്നങ്ങൾ ഇതുവരെ ആലപ്പുഴ ജില്ലയിൽ ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രഞ്ജിത്ത് ഭവ്യ, AC റോഡ് ഒക്കെ സാധാരണ വലിയ മഴ പെയ്യുമ്പോൾ മുങ്ങാറുണ്ട്. അപ്പം കുട്ടനാട് പ്രദേശങ്ങളിലും ശക്തമായ വെള്ളക്കെട്ടുണ്ടാകാറുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാറുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് ജില്ല കടക്കുന്നുണ്ടോ? നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ അറിയിപ്പുകൾ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല.
അത്തരത്തിൽ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കടൽക്ഷോഭവും വലിയ പ്രശ്നം ഇത്തവണ ഇവിടെ ഈ ആലപ്പുഴയിൽ ഇപ്പോൾ നിലവിൽ കടൽക്ഷോഭം അടക്കമുള്ള വിഷയങ്ങളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തീരദേശ മേഖലകളിലും പ്രശ്നം രൂക്ഷമായി തുടങ്ങിയിട്ടില്ല. എന്തായാലും ഇന്നലെയാണ് മഴ തുടങ്ങിയത്. ക്യാമ്പുകളൊന്നും പ്രവർത്തിപ്പിക്കുന്നതിനെ കുറിച്ചോ ക്യാമ്പുകൾക്ക് സജ്ജമാകുന്നതിനെ കുറിച്ചോ ഒന്നും ജില്ലാ ഭരണകൂടം നിലവിൽ നിർദ്ദേശം ആലപ്പുഴയിൽ നൽകിയിട്ടില്ല. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും സംസ്ഥാനത്തൊട്ടാകെ മിക്ക ജില്ലകളിലും, നമ്മളിപ്പോൾ സംസാരിച്ച മിക്ക ജില്ലകളിലും കനത്ത മഴയാണ്. ആ മഴ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും 2-3 ദിവസമെങ്കിലും തുടരും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധിയുണ്ട്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളാണ് നമ്മുടെ വിവിധ പ്രതിനിധികൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക് പോകണം. കാരണം രാഷ്ട്രീയമായ ഒരുപാട് കാര്യങ്ങളും സംസ്ഥാനത്ത് സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കൈതോലപ്പായയുമായി ബന്ധപ്പെട്ട പണം കടത്തിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഈ വെളിപ്പെടുത്തലിനെ കുറിച്ചുള്ള അന്വേഷണം അത് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരന്റെ മൊഴി എടുക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എടുക്കില്ല, അത് നാളത്തേക്ക് മാറ്റിയെന്നാണ് ഏറ്റവും പുതിയ വിവരമായി ലഭിക്കുന്നത്. ഒപ്പം മറ്റ് ആളുകളെയും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടി വരും. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഐശ്വര്യ വിവരങ്ങൾ നൽകും. ഐശ്വര്യ, ഏതായാലും അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ശക്തിധരൻ ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടി വരും. ഈ വെളിപ്പെടുത്തലിന് പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പോലീസിന് ചോദിച്ചറിയേണ്ടതുണ്ട്. ഏത് തരത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം പോലീസ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? രഞ്ജിത്ത്, ഭവ്യ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഷ്ട്രീയ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തതാണ് ഈ കൈതോലപ്പായ വിവാദം. ഇതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇന്ന് ജി ശക്തിധരനോട് ഹാജരാകാൻ ആവശ്യപ്പെടുന്നു മൊഴിയെടുക്കാനായി. പക്ഷേ പിന്നീട് അത് വേണ്ട എന്ന് അറിയിക്കുകയായിരുന്നു. കാരണം ഇന്ന് തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ ഒരു മാർച്ചുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട തിരക്കിലായിരിക്കും കണ്ടോൺമെന്റ് ACP. അതുകൊണ്ട് ഇന്ന് ഹാജരാകേണ്ടതില്ല. പകരം എന്ന് ഹാജരാകണം എന്നത് അറിയിക്കാം എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. അത് വിശദമായി മൊഴിയെടുക്കേണ്ടതുള്ളതിനാൽ ഒരു ദിവസം അറിയിക്കാം എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ ബെന്നി ബെഹന്നാൻ MP ആണ് ഇത് ആരാണ്, അതായത് ഈ എറണാകുളത്തെ ദേശാഭിമാനി ഓഫീസിൽ താമസിച്ച് പണം അവിടെ നിന്ന് കളക്ട് ചെയ്ത് പിന്നീട് അത് കൈതോലപ്പായയിലാക്കി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ജി ശക്തിധരൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. അത് ആരാണ് എന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബെന്നി ബെഹന്നാൻ MP പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ആ കേസിന്റെ ഭാഗമായി ഇതാരാണെന്ന് അന്വേഷിക്കാനായി ജി ശക്തിധരനെ മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്നു. സ്വാഭാവികമായും ഈ ആഴ്ച തന്നെ അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് അത് പോകും. എന്ത് വെളിപ്പെടുത്തൽ ജി ശക്തിധരൻ നടത്തിയാലും അത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരുപക്ഷെ സർക്കാരിനെ തന്നെ വെട്ടിലാക്കുന്ന ഒരു ആരോപണമാണ് ജി ശക്തിധരൻ ഉന്നയിച്ചത്. അതിൽ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അത് ആരൊക്കെയാണ് എന്നത് വ്യക്തമാകേണ്ടതുണ്ട്. അതുതന്നെയാണ് ബെന്നി ബെഹന്നാൻ MP ആവശ്യപ്പെട്ടതും. ആരാണെന്ന് അന്വേഷിക്കണമെന്നുള്ള ആവശ്യമാണ് ബെന്നി ബെഹന്നാൻ MP മുന്നോട്ട് വെച്ചതും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ ശക്തിധരന്റെ മൊഴിയെടുത്തതിനു ശേഷം കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം തുടർച്ചയായ വെളിപ്പെടുത്തലുണ്ട്. ഈ പണം കടത്തൽ മാത്രമല്ല, KPCC അധ്യക്ഷനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ആരോപണം. അതിനുശേഷം ഇന്നലെ വീണ്ടും ഈ വിഷയങ്ങൾ സാധൂകരിച്ചുകൊണ്ട് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശക്തിധരന് വെളിപ്പെടുത്താനുണ്ട്. അപ്പോൾ ശക്തിധരനിൽ മാത്രം ഈ ചോദ്യം ചെയ്യൽ ഒതുങ്ങുമോ? മറ്റു തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമോ പോലീസ്? നിലവിൽ പരാതി പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഈ ആദ്യത്തെ ആരോപണമാണ്. അതായത് ഈ പണം കടത്തി, കൈതോലപ്പായയിൽ പണം കടത്തി എന്നുള്ള ആരോപണത്തിന്മേലാണ് പോലീസിന് പരാതി ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലായിരിക്കും ആദ്യം മൊഴിയെടുക്കുക. സ്വാഭാവികമായും ജി ശക്തിധരൻ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയാൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്തേക്കാം എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഇനി ഈ KPCC അധ്യക്ഷനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ മറ്റ് കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും പരാതി നൽകിയാലായിരിക്കും സ്വാഭാവികമായും ആ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ഇടപെടൽ ഉണ്ടാവുക. എന്തായാലും ജി ശക്തിധരന്റെ മൊഴിയെടുക്കുന്നത് വളരെ നിർണായകമാകും. രാഷ്ട്രീയ കേരളത്തിൽ തന്നെ ഒരുപക്ഷെ എല്ലാവരും ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു മന്ത്രിയുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷമേ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. അതാണ് പ്രധാനപ്പെട്ട വിവരം. ഏതായാലും വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാക്കളെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ സർക്കാർ കേസുകൾ കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷത്തിനൊരു വജ്രായുധം എന്ന നിലയിൽ ഈ കൈതോലപ്പായ ആരോപണം ലഭിച്ചത്.
നമുക്ക് മറ്റു ചില വാർത്തയുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെയുള്ള ഒരാക്ഷേപം. അത് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ്. അതൊരു വ്യാജ PhD-യുമായി ബന്ധപ്പെട്ടാണ്. നവമി ദിനേശ് അതിന്റെ വിശദാംശങ്ങൾ നൽകും. നവമി, ഈ പുതിയ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു വെക്കുന്നത്? നേരത്തെ ഒരുപാട് വ്യാജ ഡിഗ്രി ആരോപണങ്ങൾ SFI നേതാക്കളുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നുവല്ലോ. നിഖിൽ തോമസിന്റെയും വിദ്യയുടെയും വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട തലവേദന പാർട്ടിക്ക് ഒഴിഞ്ഞതേ ഉള്ളൂ. അതിനിടയിലാണ് മറ്റൊരു ആരോപണവുമായി KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഇന്നലെ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും അക്കാദമിക് ഉപദേശക സമിതി അംഗവും കൂടിയായ രതീഷ് കാളിയാടന്റെ PhD വ്യാജമാണെന്ന ആരോപണവുമാണ് KSU ഉന്നയിക്കുന്നത്. ഇതിൽ ഇവർ പ്രധാനമായും പറയുന്നത് ഈ PhD പ്രബന്ധത്തിന്റെ 70% കോപ്പിയടിയാണ്. ഇത് ഇന്റർനെറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും വിദ്യാർത്ഥി പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും കോപ്പിയടിച്ചാണ് ഈ പ്രബന്ധം സമർപ്പിച്ചത് എന്ന രേഖ ഉൾപ്പെടെയാണ് ഇന്നലെ KSU പുറത്തുവിട്ടത്. മറ്റൊരു കാര്യം, തലശ്ശേരിയിൽ ഹയർ സെക്കൻഡറി അധ്യാപകനായി സർക്കാർ ജോലിയിലിരിക്കെ ജോലിയിലിരിക്കെ എങ്ങനെയാണ് അസമിൽ പോയി PhD ചെയ്യുക എന്ന ചോദ്യം കൂടി KSU ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വ്യാജ PhD സർട്ടിഫിക്കറ്റ് വാങ്ങിയ രതീഷ് കാളിയാടനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യമാണ് KSU ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു വ്യാജ സർട്ടിഫിക്കറ്റിൽ നടപടിയെടുക്കണം, UGCക്കും അസം സർവകലാശാലയ്ക്കും പരാതി നൽകുവാനും KSU തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നലെ തന്നെ രതീഷ് കാളിയാടൻ ഇതിനൊരു മറുപടിയുമായി എത്തിയിട്ടുണ്ട്. താൻ അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ പാർട്ട്-ടൈമായി PhD ചെയ്യുന്നതിൽ UGC അംഗീകാരമുള്ളതാണ്, അത് മാത്രമാണ് താൻ ചെയ്തത്. ഇതിൽ വ്യാജമായി സർട്ടിഫിക്കറ്റ് ഒന്നും താൻ നിർമ്മിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഈ തനിക്കെതിരെ കുപ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും രതീഷ് കാളിയാടൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ ഒരു വിഷയം കോൺഗ്രസ് പ്രതിപക്ഷം തന്നെ ഏറ്റുപിടിച്ച് ഇത് വലിയൊരു വിവാദം സൃഷ്ടിക്കാൻ തന്നെയാണ് KSUവിന്റെയും പ്രതിപക്ഷ നേതാക്കളുടെയും തീരുമാനം. ശരി, മറ്റൊരു സമരം കൂടി ആരംഭിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ. അതെ, പ്രതിപക്ഷ നേതാവിനെയും KPCC അധ്യക്ഷനെയും ഒക്കെ കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്ന് ആരോപിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം ഇന്ന് ആരംഭിക്കുകയാണ്. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തേക്കും ജില്ലകളിലുള്ള SP ഓഫീസുകളിലേക്കുമാണ് മാർച്ച് നടക്കുക. ഈ മഴ ഇങ്ങനെ കനത്തു നിൽക്കുമ്പോൾ ഈ സമരത്തിന് എത്ര ശക്തി ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് കാത്തിരുന്ന് കാണണം. അപ്രതീക്ഷിതമായിരുന്നു ഇത്ര ശക്തമായ മഴ സംസ്ഥാനത്ത്. നേരത്തെ പ്രഖ്യാപിച്ച സമരമാണ്. അതെ, ഐശ്വര്യ അരയിൽ തുടരുന്നുണ്ട്. നമുക്കപ്പം ഐശ്വര്യ, ഇന്നെന്തായാലും പ്രതിഷേധ സമരം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പ്രതിഷേധ സമരം ഈ രഞ്ജിത്ത് സൂചിപ്പിച്ചത് ഈ മഴയിൽ അത് തണുത്തു പോകാനുള്ളൊരു സാധ്യതയുണ്ടോ? സ്വാഭാവികമായും പോലീസ് ആസ്ഥാനത്തേക്ക് നേരത്തെ പ്രഖ്യാപിച്ച മാർച്ചാണ്. പക്ഷേ ഈ മഴ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമരം മഴയിൽ മുങ്ങിപ്പോകുമോ എന്നുള്ളത് വരും മണിക്കൂറിൽ കണ്ടു തന്നെ അറിയണം. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് കേസുകൾ വരുന്നു. അതായത് KPCC അധ്യക്ഷനെതിരെയും പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെയും സംസ്ഥാന സർക്കാരും പോലീസും ഇത്തരത്തിൽ കേസുകൾ എടുക്കുന്നു, കള്ളക്കേസുകൾ എടുക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ന് സമരം നടത്തുന്നത്. ഈ കേസുകൾ വന്ന സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സമരം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതാണ്. അത് നേരത്തെ കൂട്ടി പ്രഖ്യാപിക്കുന്നു. ഇന്ന് താരിഖ് അൻവർ അത് ഉദ്ഘാടനം ചെയ്യും. DGP ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ച് സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്താണ്. DGP ഓഫീസിന് മുന്നിൽ AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക. മറ്റ് ജില്ലകളിൽ MP-മാരും MLA ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഐശ്വര്യ, തുടരാം. ഐശ്വര്യ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. തുടരാം. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കേസുകൾ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറത്തേക്ക് കേസുകൾ എടുത്ത് മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ ഇതിനെ ആ രീതിയിൽ തന്നെ എതിർക്കുക, സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെയും തീരുമാനം. അതിന്റെ ഒരു തുടക്കം മാത്രമായിരിക്കും ഇന്ന് പോലീസ് ഓഫീസുകളിലേക്കുള്ള മാർച്ച്. അതായത് മറ്റ് ജില്ലകളിൽ SP ഓഫീസിലേക്കും ഇവിടെ തിരുവനന്തപുരത്ത് അത് DGP ഓഫീസിലേക്കുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം.
നമ്മൾ തിരിച്ച് വീണ്ടും പ്രഭാത കേരളത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രേക്ഷകർക്ക് ഒരുപാട് സംശയമുണ്ട്. പ്രത്യേകിച്ച് മഴയുടെ ഒരു സാഹചര്യം അതെ അവധിയാണോ, അവധിയുണ്ടോ ചേച്ചി ചേട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരുപാട് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ചും കോട്ടയത്ത് നല്ല മഴയാണ്. അപ്പോൾ പ്രവീൺ കുമാർ ചോദിക്കുന്നുണ്ട്, കോട്ടയത്ത് നല്ല മഴയാണ്, അപ്പോൾ കോട്ടയത്ത് ഇത്ര മഴയുള്ള സാഹചര്യത്തിൽ സ്കൂളുകൾ തുറക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും വിദ്യാഭ്യാസ കളക്ടറുടെ ഒക്കെ ഒരു ശ്രദ്ധയിൽ ഇതൊക്കെ പെടുമെന്ന് വിചാരിക്കാം അല്ലേ? അങ്ങനെ ഒരുപാട് ചോദിച്ചിരിക്കുന്നത് വർക്കലയിൽ അവിടെ ഗവൺമെന്റ് സ്കൂളിൽ അവിടെ പണി നടക്കുന്നുണ്ട്, വെള്ളക്കെട്ട് ഉണ്ട് കാര്യമായി ഈ കുഴികളിലൊക്കെ. അപ്പം അതും അപകടമാണ്, ശ്രദ്ധിക്കണം എന്നൊരാൾ നമ്മുടെ കമന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കമന്റ്സ് ഉണ്ട്. തീർച്ചയായും എല്ലാവർക്കും അറിയേണ്ടത് മഴയുണ്ടോ എന്ന്. എന്തായാലും നിലവിൽ 3 വിദ്യാഭ്യാസ ജില്ലകളിൽ മാത്രമേ അവധിയുള്ളൂ. പ്രത്യേകിച്ചും ആലപ്പുഴ, എറണാകുളം, കാസർഗോഡ് ഈ ജില്ലകളിൽ മാത്രമേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിലവിൽ അവധി പ്രഖ്യാപിച്ചു. കൊല്ലത്ത് നിന്നുണ്ട് ചോദ്യം. ഹെവി ട്രെയിൻ കണ്ടിന്യൂയിങ് ഇൻ കൊല്ലം. ആന്റണി ജോർജ് ആണ് കമന്റ് ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന്, കോട്ടയത്ത് നിന്ന് ഒക്കെ ആളുകൾ ഈ 3 ജില്ലകളിലും പ്രത്യേകിച്ച് അവധിയില്ല എന്ന കാര്യം ഒരിക്കൽ കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഏതായാലും അവധിയുള്ള പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് ഹെവി റെയിൻ ആണ്. തിരുവനന്തപുരത്ത് അവധിയില്ല. പ്രധാനപ്പെട്ട കാസർഗോഡ് ജില്ലയിലും ആലപ്പുഴയിലും എറണാകുളത്ത് മാത്രമാണ്. എറണാകുളത്തൊക്കെ ഇന്നലെ വലിയ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കത്തക്ക വിധത്തിലുള്ള മഴയായിരുന്നു. അതിനെ തുടർന്നാണ് അവിടെ അവധി പ്രഖ്യാപിച്ചത്. ഈ 3 ജില്ലകളിൽ അവധിയുണ്ട്, മറ്റ് ജില്ലകളിലൊന്നും തൽക്കാലം ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുകൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് തീർച്ചയായും. എന്തായാലും പൊതുവ്യക്തി നിയമത്തിനെതിരെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിളിച്ചു ചേർത്ത സമുദായ സംഘടനകളുടെ യോഗം ഇന്ന് കോഴിക്കോട് ചേരും. സുന്നി, EK, AP, ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് സംഘടനാ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ യോജിച്ച പ്രതിഷേധ പരിപാടികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വിഭാഗം നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിനേഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒപ്പം മലബാർ രാഷ്ട്രീയത്തിൽ വളരെ ഒരു പ്രധാനപ്പെട്ട യോജിപ്പിന്റെ ഘടകമുണ്ടാവുകയാണ്. കാരണം ഈ UCCയുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു യോജിപ്പ് കൂടി സംഭവിക്കുന്നു എന്നുള്ളത് ഭാവിയിലും ഈ മലബാർ രാഷ്ട്രീയത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തും. ഇടതു വലത് മുന്നണികളിലുമൊക്കെ ഈ വിഷയം ഒരുപാട് ചർച്ചയായിട്ടുമുണ്ട്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഈ വിഷയത്തിൽ യോജിച്ച പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അത് മറ്റു മേഖലകളിലേക്ക് കൂടി വളരും എന്ന് കരുതാമോ? രഞ്ജിത്ത്, ഭവ്യ, ഗുഡ് മോർണിംഗ്. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ മലബാർ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഈ ഒരു ഐക്യം കാരണമാവും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം എത്രയോ കാലങ്ങളായി സമസ്ത EKയും കാന്തപുരം വിഭാഗമായ സമസ്ത AP വിഭാഗമൊന്നും യോജിച്ച് പ്രവർത്തിക്കുകയോ ഐക്യപ്പെടാറുമില്ല. ഒരു കാര്യത്തിലും ഉണ്ടാവാറില്ല. പക്ഷേ ഏകീകൃത സിവിൽ കോഡ് വിഷയം ആദ്യം ഒരു തവണ ഇതുപോലെ തന്നെ ചർച്ചയായ സമയത്ത് മുസ്ലിം ലീഗ് കോഴിക്കോട് വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് കാന്തപുരം വിഭാഗം വിട്ടുനിന്നു നമ്മൾക്ക് അറിയാം. ഞാൻ മനസ്സിലാക്കുന്ന 2016-ലോ 2017-ലോ അത്തരത്തിലൊരു യോഗം വിളിച്ചിരുന്നു. ആ സമയത്ത് വിട്ടുനിന്നിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല. ഏകീകൃത സിവിൽ കോഡിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇത്തരം സംഘടനകളുടെ എല്ലാം തീരുമാനം. ഇതിന്റെ ഒരു ഭാഗമായാണ് കോഴിക്കോട്, അതായത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. ഇന്ന് കോഴിക്കോട് മറീന റെസിഡൻസിയിൽ വെച്ചാണ് യോഗം നടക്കുക. ഈ യോഗത്തിൽ 11 മണിക്ക് നടക്കുന്ന യോഗത്തിൽ എല്ലാ മതസംഘടനകളുടെയും, അതായത് മുസ്ലിം സംഘടനകളുടെ എല്ലാം തന്നെ നേതാക്കൾ പങ്കെടുക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഭാവി പരിപാടികളെക്കുറിച്ച് പ്രധാനമായും ചർച്ച ചെയ്യും. ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തണം എന്നുള്ളത്, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൽ എങ്ങനെ സമ്മർദ്ദം ചെലുത്താൻ കഴിയും എന്നുള്ളതെല്ലാം ഇതിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇവർ കൃത്യമായി തന്നെ ആളുകൾക്കിടയിൽ ഒരു സർവേ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആദ്യഘട്ടം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഏകീകൃത സിവിൽ കോഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇല്ല അത് എങ്ങനെ ജനങ്ങളെ ബാധിക്കും എന്ന് തയ്യാറാക്കിയ ഒരു അപേക്ഷാ ഫോറം എല്ലാ ആളുകളുടെയും വീടുകളിൽ എത്തിക്കുക. എന്നിട്ട് അതിലെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടായിരിക്കും അതിൽ ഓരോരുത്തർക്കും ഓരോ ഓപ്ഷൻ കൊടുത്ത് അതിൽ അവർക്ക് കൃത്യമായി തന്നെ ഫിൽ ചെയ്യാനുള്ള ഒരു അവസരം കൂടി, അത്തരത്തിലുള്ളൊരു നീക്കമെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ തന്നെ, സമുദായത്തിനുള്ളിൽ തന്നെയുള്ള ലിബറലുകൾ ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്തുണ്ട്. അതായത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് MN കാരശ്ശേരിയും ഹമീദ് ചേന്നമംഗലൂരും ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. കാരണം കടുത്ത സ്ത്രീവിരുദ്ധത ഈ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏകീകൃത സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം ഉണ്ടാകും. പക്ഷേ സംഘപരിവാറിന്റെ അജണ്ട അനുസരിച്ച് ആവരുത് വരേണ്ടത് എന്നും ഇവർ പറയുന്നുണ്ട്. ഇങ്ങനെയെല്ലാം തന്നെ ഉള്ള പ്രശ്നങ്ങളും ചർച്ചകൾക്കും ഇടയിലാണ് ഇന്നിപ്പോൾ കോഴിക്കോട് യോഗം വിളിച്ചിട്ടുള്ള മുസ്ലിം ലീഗ്. ഭാവിയിലും ഇത്തരത്തിലുള്ള യോഗ പരിപാടികൾ ഉണ്ടാവും. കാന്തപുരവും അതുപോലെ തന്നെ ഈ സമസ്ത EK വിഭാഗവും എല്ലാം യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ ലീഗിന് വലിയ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ പക്ഷേ മറ്റൊന്ന്, ഈ കാന്തപുരം വിഭാഗം വഴി ലീഗിന്
LDF എത്തിക്കാൻ CPM നടത്തുന്ന ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഈ ഐക്യം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളുമുണ്ട്. രണ്ടായാലും മുസ്ലിം ലീഗ് ശക്തിപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർ ഇടത്തോട്ട് പോകുമോ അതോ വലത്തോട്ട് പോകുമോ എന്നുള്ളത് മാത്രമേ അറിയേണ്ടതുള്ളൂ. എന്തായാലും ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ ഒരു ഐക്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിലൂടെ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും ഇനി വരുന്ന തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഈ പൊതുവ്യക്തി നിയമം ഒരു വലിയ ആയുധമാക്കാനാണ് ലീഗിന്റെയും CPM-നും ഒക്കെ നീക്കമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കിനി കോഴിക്കോടിന്റെ ഒരു മഴയുടെ സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. വിനേഷ്, എന്താണ് പ്രത്യേകിച്ചും കോഴിക്കോടൊക്കെ അധികവും മഴ ലഭിക്കുന്ന ഒരു ജില്ലയാണ്. മലബാറിന്റെ ഒരു സാഹചര്യം എന്താണ് മൊത്തത്തിൽ? പ്രത്യേകിച്ചും കോഴിക്കോട് ഇന്ന് മഴയുണ്ടോ? വലിയ മഴയാണോ? ഭവ്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുറത്താണ്. ഇവിടെ മഴയൊന്നും കാണാനില്ല. രാവിലെ പക്ഷേ കുറച്ച് മഴയുണ്ടായിരുന്നു. വളരെ ചെറിയ മഴ മാത്രമാണ് ഉണ്ടായിരുന്നത്. രാത്രിയിൽ ഇടവിട്ട് 1-2 തവണ വലിയ മഴ പെയ്തു. പക്ഷേ പിന്നീട് വലിയ മഴകളും തുടർച്ചയായ മഴയൊന്നുമില്ല. പക്ഷേ അന്തരീക്ഷമെല്ലാം മേഘാവൃതമാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു സ്കൈ ചേഞ്ചായി ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഈ വെളിച്ചം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മഴയുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ശക്തമായൊരു മഴ, തുടർച്ചയായ മഴ കോഴിക്കോട് എന്തായാലും ഇല്ല. എങ്കിലും ജാഗ്രത നിർദ്ദേശമുണ്ട്. ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജാഗ്രത നിർദ്ദേശമുണ്ട്. തീരദേശ മേഖലയിലും അതുപോലെ തന്നെ മലയോര മേഖലയിലും എല്ലാം തന്നെ ജാഗ്രത നിർദ്ദേശമുണ്ട്. രാത്രിയിലുള്ള പരമാവധി യാത്രകൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളോ അല്ലെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക അത്തരത്തിലുള്ളൊരു മഴയോ അല്ലെങ്കിൽ കാറ്റോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു നീക്കവുമായി എന്തായാലും ജില്ലാ ഭരണകൂടം ഇതുവരെയും വന്നിട്ടില്ല. കാരണം അതിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. എങ്കിൽ പോലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ ആളുകൾക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെയൊന്നും ഇപ്പോൾ നമുക്ക് കാണാം, ഈ സമയത്തൊന്നും മഴയില്ല. ഇന്നലെ രാത്രിയിൽ പെയ്ത മഴ മാത്രമാണ് ഉണ്ടായത്. ശരി, വിനേഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. ശബരിമല വിമാനത്താവള പദ്ധതിയുടെ അന്തിമ സാമൂഹ്യാഘാത റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. പദ്ധതി 358 ഭൂവുടമകളെ നേരിട്ട് ബാധിക്കുമെന്നാണ് റിപ്പോർട്ടിൽ. 3500 മീറ്റർ നീളത്തിലുള്ള റൺവേ ആയിരിക്കും പദ്ധതിക്ക്. റൺവേക്കായി വീണ്ടും പഠനം നടത്തി കൃത്യമായി സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തും. ഭൂമി ഏറ്റെടുക്കുമ്പോൾ ന്യായമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പുവരുത്തണമെന്നും ചെറുവള്ളി എസ്റ്റേറ്റിൽ തൊഴിലാളികൾക്ക് സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, സർക്കാരിന്റെ ഒരു അഭിമാന പദ്ധതിയാണ്. ഇപ്പോൾ അതിന്റെ സാമൂഹ്യാഘാത പഠന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, തീർച്ചയായും നേരത്തെ സാമൂഹ്യാഘാത പഠന റിപ്പോർട്ടിന്റെ കരട് പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് 2 ദിവസങ്ങളായി ഇത് ബാധിക്കുന്ന ജനങ്ങളുടെ പബ്ലിക് ഹിയറിംഗ് നടത്തിയത്. അതിനുശേഷം ഒരു വിശദീകരണ യോഗവും നടത്തിയിരുന്നു. അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ഈ സാമൂഹികാഘാത പഠന റിപ്പോർട്ട് പുറത്തു വരുന്നത്. 358 ഭൂ ഉടമകളെയാണ് പദ്ധതി നേരിട്ട് ബാധിക്കുക. 149 വാർക്ക കെട്ടിടങ്ങളെയും 74 ഷീറ്റിട്ട കെട്ടിടങ്ങളെയും 30 ഓടിട്ട കെട്ടിടങ്ങളെയും പദ്ധതി പൂർണ്ണമായും ബാധിക്കും. ഈ ചെറുവള്ളി എസ്റ്റേറ്റിൽ നേരത്തെ തന്നെയുള്ള കരട് റിപ്പോർട്ടിൽ വന്ന പോലെ തന്നെ 221 ലയങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. ഈ റൺവേ സംബന്ധിച്ച പല അഭിപ്രായ ഭിന്നതകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളിൽ നേരത്തെ തന്നെയുള്ള വിശദീകരണ യോഗത്തിലടക്കം ഈ കാറ്റിനനുസൃതമായാണ് റൺവേ ക്രമീകരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു. അങ്ങനെ 3500 മീറ്റർ ഉള്ള സുരക്ഷിതമായ റൺവേ ഒരുക്കാനുള്ള നീക്കമാണുള്ളത്. ഇതിനായി സ്ഥലം ഒന്നുകൂടി പഠനം നടത്തി കൃത്യമായ സ്ഥലം ഇനി അടയാളപ്പെടുത്താനുണ്ട്. അതിനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും കൃത്യമായ പുനരധിവാസം ഉറപ്പുവരുത്തണം. എടുത്തു പറയേണ്ട ഒന്ന്, ഈ ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന 221 ലയങ്ങളിലെ കുടുംബങ്ങൾ, അവർക്ക് ഒരു സ്പെഷ്യൽ പാക്കേജ്, അവർക്ക് മറ്റ് തൊഴിൽ ചെയ്ത് പിന്നീട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ പാക്കേജ് തന്നെ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശവും ഈ സാമൂഹികാഘാത പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വലിയ രീതിയിൽ ആരാധനാലയങ്ങളെയൊന്നും അത് ബാധിക്കുന്നില്ല. ഈ പ്രദേശത്ത് ആദിവാസി കുടുംബങ്ങൾ പോലെയുള്ളവ ഇല്ല എന്നും പറയുന്നു. എന്തായാലും നിലവിൽ ഇതിന്റെ ഒരു അന്തിമ റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള ഘട്ടങ്ങളിലേക്ക് ഇനി കടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടായിരുന്നു ഈ ഓരോരോ ഘട്ടങ്ങളായി പൂർത്തിയായി വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി പതുക്കെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് പോവുക. അങ്ങനെ 2024 വിമാന താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. എന്തായാലും
നിലവിൽ ഈ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ളവയിൽ ചില കേസുകളൊക്കെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കേസുകൾ. അതിന് കോടതിയിൽ പണം കെട്ടിവെച്ച് ശേഷം അത് ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളിലേക്കാണ് സർക്കാർ ആലോചിക്കുകയും അതിനുള്ള നടപടിക്രമങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇങ്ങനെ ഇതെല്ലാം പൂർത്തിയാക്കിയ ശേഷം വളരെ വേഗത്തിൽ നിർമ്മാണത്തിലേക്ക് കടക്കാനുള്ള ധൃതിപ്പെട്ട നടപടികളിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. ഈ 358 ഭൂവുടമകളെയാണ് ശ്രീജിത്ത് നേരിട്ട് ബാധിക്കുക ഈ പദ്ധതി. ഇവ നേരത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് MLA അടക്കം ഇടപെട്ട് ഈ ഭൂമി നഷ്ടപ്പെടുന്ന ആളുകളെയൊക്കെ കൃത്യമായി കണ്ട് അവരുടെ കാര്യങ്ങൾ അഭിപ്രായങ്ങൾ ചോദിച്ചൊക്കെയുള്ള ചില നടപടികളൊക്കെ നടന്നു വരികയായിരുന്നു. ഇനിയും സർക്കാരിന് മുന്നിലുള്ള കടമ്പകൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്താണ്? ഈ കേസുകൾ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ടോ? വിവിധ നോട്ടിഫിക്കേഷനുകൾ ഓരോരോ ഘട്ടങ്ങളായി പ്രഖ്യാപിക്കേണ്ടതുണ്ട്, ഇറക്കേണ്ടതുണ്ട് രഞ്ജിത്ത്. പ്രത്യേകിച്ച് ഈ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടത് അടക്കമുള്ള ഓരോരോ ഘട്ടങ്ങളുണ്ട്. അതായത് അതിനുശേഷമാണ്, അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ പബ്ലിക് ഹിയറിംഗ്. അതായത് 2 ദിവസമായി അവിടെയുള്ള ഈ അഫക്ട് ചെയ്യുന്ന ജനങ്ങളെ കേട്ടിരുന്നു. അതുകൂടാതെ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഒരു വിശദീകരണ യോഗം നടത്തിയിരുന്നു. അങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. സാധാരണ ഉള്ള പദ്ധതി പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമരങ്ങളൊന്നും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഈ റൺവേയുമായി ബന്ധപ്പെട്ട ചില പരാതികൾ ഉണ്ടായിരുന്നു. ആ റൺവേ ഇപ്പോഴത്തെ പദ്ധതി പ്രകാരം അത് എരുമേലി ക്ഷേത്രവുമായി ഏതാണ്ട് അടുത്ത് വരുന്ന സാഹചര്യം ഉണ്ടായേക്കും. മറ്റൊരു രീതിയിൽ എന്തുകൊണ്ട് റൺവേ ആയിക്കൂടാ എന്നുള്ള പരാതികളൊക്കെ ഉയർന്നിരുന്നു. പക്ഷെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ യോഗത്തിൽ വിശദീകരിച്ചത് ഈ കാറ്റിന്റെ പ്രശ്നങ്ങൾ അല്ല, ഈ കോഴിക്കോട് വിമാനത്താവളം പോലെ റൺവേക്ക് നീളമില്ലാത്തത് മൂലം വൻ വിമാനങ്ങൾ ഇറങ്ങാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയൊരു വിമാനത്താവളം വരുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് പരമാവധി നീളമുള്ള റൺവേ, സേഫ് പ്ലേസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള റൺവേ നിർമ്മിക്കാനാണ് ആലോചിക്കുന്നത്. അങ്ങനെയാണ് 3500 മീറ്റർ തന്നെ നീളമുള്ള റൺവേ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. അത്തരം പരാതികൾ ഉയർന്നിരുന്നു. പക്ഷെ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഇനി രഞ്ജിത്ത് ചോദിച്ചതുപോലെ തന്നെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതും ഭൂമി ഏറ്റെടുക്കൽ തന്നെയാണ്. അതിൽ നിയമക്കുരുക്കുള്ള ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനി കോടതിയിൽ പണം കെട്ടിവെക്കേണ്ട സാഹചര്യവും വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് പോയിട്ടില്ല എന്ന് പറയുന്നു. അത് കൃത്യമായ ജനാഭിപ്രായങ്ങൾക്ക് മറുപടി ലഭിച്ചത് കൊണ്ട് തന്നെയാണോ? ഒരു പരിധിവരെ അത്തരം ഘട്ടങ്ങളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. പലരും ഇതിന്റെ റൺവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സാധാരണഗതിയിൽ പ്രത്യക്ഷത്തിൽ എത്താവുന്ന വലിയ സാഹചര്യമല്ല. കാരണം ഇതൊരു സാധാരണ ഒരു വലിയ വിമാനത്താവളം പോലെ അത്രയധികം ഭൂമി ഏറ്റെടുക്കൽ വേണ്ടി വരുന്നില്ല. ഒന്ന്, ഈ എസ്റ്റേറ്റിന്റെ ഭാഗമാണ് ഇതിലെ ഭൂരിപക്ഷം ഭൂമി. ഏതാണ്ട് 123 ഏക്കർ എങ്ങാണ്ട് ഭൂമിയാണ് ഇതിന് പുറത്തുനിന്ന് ഏറ്റെടുക്കേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രത്തോളം വലിയൊരു ജനസമൂഹം കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഒരു പദ്ധതി അല്ല വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിലൊരു കാര്യം. മറ്റൊന്ന്, പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊന്നും തന്നെ കുടിയൊഴിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യവുമല്ല നിലവിലുള്ളത്. സാധാരണ ഇപ്പൊ ആറന്മുളയൊക്കെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിനെ ബാധിക്കും, കൊടിമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അത്തരം പ്രശ്നങ്ങൾ നിലവിലില്ല. ഈ റൺവേ വരുമ്പോൾ അത് എരുമേലി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിന്റെ ആരാധനാക്രമങ്ങളെ ബാധിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. പക്ഷെ നിലവിൽ അങ്ങനെ ഉണ്ടാകില്ല എന്നുള്ള സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ടെലിഫോൺ ലൈനുണ്ട്. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അന്തിമ സാമൂഹ്യാഘാത പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 358 ഭൂവുടമകളെ നേരിട്ട് ബാധിക്കുമെന്നാണ്. റൺവേയിലടക്കം ഇനിയും പഠനം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സ്ഥലമേറ്റെടുക്കുന്നതിലടക്കം. അപ്പോൾ ഇനി ഇതേതാണ്ട് അന്തിമഘട്ടത്തിലേക്ക്, ഏതാണ്ട് അതിന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണോ വിമാനത്താവളം? തീർച്ചയായിട്ടും വിമാനത്താവളം അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിന്റെ അനുമതികൾ ഏകദേശമെല്ലാം ലഭ്യമായി കഴിഞ്ഞു. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് സ്ഥലം ഏറ്റെടുക്കുക. അപ്പോൾ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അത് ഏറ്റവും നല്ല നിലയിൽ കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിയമാനുസൃതമുള്ള നടപടിക്രമമാണ് സാമൂഹ്യാഘാത പഠനം നടത്തുക എന്നുള്ളത്. ആ പഠനത്തിന്റെ അന്തിമ റിപ്പോർട്ട് കൂടി വന്നു കഴിഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഇനി അതിന്റെ പുനരധിവാസ പാക്കേജ് അടക്കം പ്രഖ്യാപിച്ച് ലാൻഡ് അക്വസിഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആക്ട് പ്രകാരമുള്ള മറ്റ് നടപടികളിലേക്ക് കടന്ന് ഭൂമി ഏറ്റെടുക്കലിലേക്കാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടെൻഡർ നടപടികളടക്കം നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും. അതിന്റെ ഒരു നിർണായക ഘടനയാണ് സാമൂഹ്യാഘാത പഠന റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതിലൂടെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഘടനയാണ് കടന്നിട്ടുള്ളത്.
ഈ ചില കേസുകൾ ഒരുപാട് പറഞ്ഞ പോലെ മറ്റ് വിമാനത്താവള പദ്ധതികൾ പോലെ ഒരുപാട് ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്നില്ല, ഒരുപാട് പേരെ കുടിയൊഴിപ്പിക്കേണ്ടി വരുന്നില്ല സാധാരണഗതിയിലുള്ള തരത്തിൽ. പക്ഷേ ചില കേസുകൾ അപ്പോഴും അവിടെയും ഇവിടെയുമായൊക്കെ ഉണ്ട്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പ്രവർത്തനങ്ങളിലായിരിക്കും ജനപ്രതിനിധികൾ ഇനി, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇതിൽ ബാധിക്കുന്ന മുഴുവൻ ഭൂമി ഏറ്റെടുക്കുമ്പോൾ അത് ബാധിക്കുന്ന മുഴുവൻ ആളുകളെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മുഴുവൻ ആളുകളെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവർക്ക് കൂടി ഹിതകരമായ രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ആശയവും ലക്ഷ്യവുമാണ് ഗവൺമെന്റിന്റെ മുമ്പിലുള്ളത്. ശരി. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെയധികം നന്ദി. നമ്മൾ വീണ്ടും ജി ശ്രീജിത്തിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീജിത്ത്, ഇനിയുള്ള നടപടിക്രമങ്ങൾ അത് ഏത് വിധത്തിലായിരിക്കും? പ്രത്യേകിച്ചും സാമൂഹികാഘാതം, പാരിസ്ഥിതികാഘാതം ഒക്കെ പരമാവധി കുറയ്ക്കും വിധത്തിലുള്ളൊരു വിശദ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിലേക്കായിരിക്കുമോ ഇനി കടക്കുക? എന്തായിരിക്കും? ഭവ്യ, ഇനിയുള്ളത് സ്ഥലമേറ്റെടുപ്പ് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം സ്ഥലമേറ്റെടുപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയോട് ഏതാണ്ട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കം ഇടയ്ക്ക് ഈ പദ്ധതിയെക്കുറിച്ച് പോസിറ്റീവായി ട്വീറ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അനുമതികൾ നൽകുന്നത് സംബന്ധിച്ച്. അങ്ങനെ കേന്ദ്ര സർക്കാരും ഈ പദ്ധതിയോട് ഏതാണ്ട് അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരം അനുമതികളും ഏതാണ്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി സംസ്ഥാന സർക്കാരിന്റെ ജോലിയാണ് ഇനി പ്രധാനപ്പെട്ടത്. അത് ഈ ഭൂമി ഏറ്റെടുക്കൽ തന്നെയാണ്. അതിന് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുന്നു. അതിനുശേഷം നഷ്ടപരിഹാരം നൽകുന്ന ഇത് സമാന്തരമായി നടക്കുന്നു. ഇതിന് ശേഷമായിരിക്കും വിമാനത്താവളത്തിന് തറക്കല്ലിട്ടുകൊണ്ട് അതിന്റെ ഈ ഭൂമിയുടെ പരിവർത്തനമൊക്കെ നടത്തിക്കൊണ്ട് വേണ്ട വിധത്തിൽ അതിനെ ക്രമീകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നിർമ്മാണത്തിലേക്ക് കടക്കുക. അത് 2024 കൂടി അതിലേക്ക് കടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നേരത്തെ സംസാരിച്ചപ്പോഴൊക്കെ ഇതിന്റെ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിന്റെ നടപടിക്രമങ്ങൾക്ക് എടുക്കേണ്ട സ്വാഭാവികമായ തടസ്സം മാത്രമേ ഉള്ളൂ. ഈ കേസുകൾ വരുന്നതും അതും കോടതിയിൽ പണം കെട്ടിവെച്ചാൽ അത് നടക്കും, ഏറ്റെടുക്കാം. അതായത് പിന്നീട് വിധി വരുന്ന സമയത്ത് ഈ അനുകൂല വിധിയാണ്, സർക്കാരിന് അനുകൂല വിധിയാണെങ്കിൽ ആ പണം സർക്കാരിന് തിരികെ കിട്ടും, അല്ലെങ്കിൽ ഈ അപ്പുറത്തേക്കുന്ന ബിലീവേഴ്സ് ചർച്ചിന് കിട്ടുകയും ചെയ്യും. ഈ ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച ആക്ഷേപങ്ങൾ പ്രധാനമായിട്ടൊക്കെ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ എസ്റ്റേറ്റുകാരെ സഹായിക്കാൻ വേണ്ടിയുള്ള നടപടികൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഈ പൂർണ്ണമായും ഭൂമി ഏറ്റെടുക്കാത്തത് ഒരു വിഭാഗത്തെ, അതായത് ഈ എസ്റ്റേറ്റിന്റെ തന്നെ ബാക്കി ഭൂമിയിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് അവരെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നതടക്കമുള്ള എസ്റ്റേറ്റിൽ മാത്രമായി നടത്തിക്കൂടെ എന്ന് വിമാനത്താവളം നിർമ്മിച്ചുകൂടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതെല്ലാം അവിടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഉയർത്തുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്തായാലും ഒരുപക്ഷെ അത്തരം ചില സമരങ്ങൾക്ക് സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട വലിയ സമരങ്ങളിലേക്ക് പോകുമോ എന്നുള്ള അത് ഇനിയും കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും നിലവിൽ അത്തരം ഒരു സമരങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റ് ചില വാർത്തകളിലേക്ക് കൂടി പോകണം. തിരുവനന്തപുരം മുൻ ധനമന്ത്രി KM മാണിയുടെ ബജറ്റ് പ്രസംഗത്തിനിടെ നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട വിവിധ മജിസ്ട്രേറ്റ് കോടതികൾ പരിഗണിക്കുന്ന കേസുകൾ ഒരുമിച്ച് വിചാരണ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുൻ MLA മാർ സമർപ്പിച്ച ഹർജികളിൽ കോടതി ഇന്ന് വിധി പറയും. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുക. മുൻ MLA മാരായ ജമീല പ്രകാശം, KK ലതിക, കേസിലെ പ്രതികളായ KT ജലീൽ MLA, മുൻ MLA മാരായ K അജിത്ത്, CK സദാശിവൻ എന്നിവരാണ് കോടതിയിൽ ഹർജി നൽകിയത്. നിയമസഭയിൽ കോൺഗ്രസ് അംഗങ്ങൾ തങ്ങളെ ആക്രമിച്ചത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജമീല പ്രകാശവും KK ലതികയും മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഹർജികളിൽ ഒരുമിച്ച് വിചാരണ നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന് പ്രോസിക്യൂഷനും നിലപാടെടുത്തിരുന്നു. മന്ത്രി V ശിവൻകുട്ടി, ഇടതു നേതാക്കളായ EP ജയരാജൻ, KT ജലീൽ, K അജിത്, K കുഞ്ഞഹമ്മദ്, CK സദാശിവൻ എന്നിവരാണ് നിയമസഭാ അക്രമക്കേസിലെ പ്രതികൾ. 2015 മാർച്ച് 13 അന്നത്തെ ധനമന്ത്രി KM മാണി ബജറ്റ് അവതരിപ്പിക്കുന്നത് തടയാൻ സഭയ്ക്കുള്ളിൽ അക്രമം നടത്തി 2.20 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചതെന്നാണ് കേസ്. ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പിന്മാറിയ സാഹചര്യത്തിൽ പുതിയ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ച് ഹർജി പരിഗണിക്കുന്നതിനെ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ED എതിർത്തിരുന്നു. ശിവശങ്കറിന് ജാമ്യം നൽകുന്നതിനെയും ED ഇന്നലെ എതിർത്തു. ആരോഗ്യ പരിശോധനാ റിപ്പോർട്ടിനെ എങ്ങനെ അവിശ്വസിക്കുമെന്ന് കോടതി ഇന്നലെ EDയോട് ചോദിച്ചിരുന്നു.
സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം ഉയർന്നു തന്നെ. ഇന്നലെ 12,694 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. 55 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 250 പേർക്ക് ഡെങ്കിപ്പനി ഉള്ളതായി സംശയിക്കുന്നു. 3 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പനി ബാധിതരുള്ളത്. ഇത് ഈ സർക്കാർ ആശുപത്രിയിലെ കണക്കുകൾ മാത്രമാണ്. അല്ലാതെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ കണക്കുകൾ നമുക്ക് ഇത്തരത്തിൽ പലപ്പോഴും സർക്കാർ പബ്ലിഷ് ചെയ്യുന്ന കണക്കുകളിൽ ലഭ്യമാകാറുണ്ട്. നമുക്കിനി തിരുവനന്തപുരത്ത് ആനേറയിലെ വിഷയം കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഒന്നാണ്. അവരുടെ ദുരിതത്തിന് ഒട്ടും ശമനമില്ല എന്നുള്ളതാണ്. അത് വൈകുകയാണ് ഈ കൂറ്റൻ പൈപ്പുകൾ നീക്കുന്നത്. ജൂലൈ 5-ന് മുൻപ് പൈപ്പുകൾ നീക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. ചെന്നൈയിൽ നിന്ന് എത്തിച്ച യന്ത്രഭാഗം പ്രവർത്തിപ്പിക്കുമ്പോൾ തന്നെ തകരാറിലായി. മറ്റൊരു യന്ത്രം എത്തിച്ച് പണി ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും പണി പൂർത്തിയാവുന്നത് വൈകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഐശ്വര്യ അനിലിന്റെ റിപ്പോർട്ടിലേക്ക്. ആനേറ മഹാരാജാസ് ലൈനിൽ ഈ പടുകൂറ്റൻ പൈപ്പ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിച്ചിട്ട് 4 മാസമാകുന്നു. ഇതിന് പരിഹാരം വേണമെന്ന് നിരന്തരം മാധ്യമങ്ങൾ, ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇടപെടലുണ്ടായി. ഒപ്പം തന്നെ സർക്കാർ ഇടപെടലുണ്ടായി. ഹൈക്കോടതി ഇടപെടലുണ്ടായപ്പോൾ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയുണ്ട്, ലോർഡ്സ് ഹോസ്പിറ്റലിന്റെ ഒരു ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇടപെടൽ. നമുക്ക് ഈ ലോർഡ്സ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട അധികൃതർ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് പ്രധാനമായും നിങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഉയർത്തിയ ആവശ്യം എന്തായിരുന്നു? ഞങ്ങളത് പോകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാർച്ച് 13-ാം തീയതിയാണ് നമുക്ക് ഔദ്യോഗികമായിട്ട് വാട്ടർ അതോറിറ്റിയിൽ നിന്നൊരു പേപ്പർ വരുന്നതും. അതായത് 2 ആഴ്ച കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുള്ള ധാരണയിലായിരുന്നു വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഈ ഒരു വഴി മാത്രമേ നമ്മുടെ ഹോസ്പിറ്റലിനായിട്ടുള്ളൂ. അപ്പോൾ 2 ആഴ്ചത്തെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങളത് ശ്രമിച്ചു. അതിനുശേഷം 1 മാസമായി 1.5 മാസമായി വർക്കിൻ്റെ ഫിനിഷിംഗ് ഒന്നും വരാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ വാട്ടർ അതോറിറ്റിക്കും മറ്റുള്ള അധികാരികൾക്കും നമ്മൾ കത്തുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ലീഗൽ ടീം പറഞ്ഞു ഹൈക്കോടതിയിൽ സമീപിക്കുക എന്നുള്ളത് റിട്ട് പെറ്റീഷൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ റിട്ട് പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം 22-ാം തീയതി ഹൈക്കോടതി ഉത്തരവുണ്ടാക്കി അടുത്ത മാസം, അതായത് ഈ മാസം 5-ാം തീയതിക്ക് മുമ്പ് വർക്ക് തീർക്കണം. അതായത് വാട്ടർ അതോറിറ്റി കൊടുത്ത രേഖാമൂലം കൊടുത്ത സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ 5-ാം തീയതിക്കകത്ത് തീർക്കും എന്നുള്ള ധാരണയിലാണ് വർക്കുകളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 5-ാം തീയതിക്കകത്ത് തീർന്നില്ല എന്നുണ്ടെങ്കിൽ 6-ാം തീയതി എന്ന് കോടതി അടുത്ത ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. പക്ഷെ നിലവിലെ ഒരു സാഹചര്യത്തിൽ 5-ാം തീയതിക്ക് മുമ്പ് പണി തീർക്കണം എന്ന് പറയുമ്പോഴും ഈ യന്ത്രഭാഗം എത്തി. പക്ഷെ അത്ര ഒരു സ്പീഡിലല്ല ഇവിടെ പണി നടക്കുന്നതെന്നാണ് കണ്ടപ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും തരത്തിൽ, അതായത് എന്താണ് ഈ 5-ാം തീയതിക്ക് മുന്നേ പണി തീരും എന്നുള്ളതാണോ വിശ്വാസം? വിശ്വാസം എന്നാണ് അതിൻ്റെ എഞ്ചിനീയേഴ്സും ബാക്കി ടെക്നിക്കൽ ടീംസും എല്ലാം പറയുന്നത്. നമുക്ക് അതിൻ്റെ കൂടുതൽ ടെക്നിക്കലായിട്ടോ കാര്യങ്ങളും നമുക്ക് അറിയുന്നില്ല. ഈ ഫിസിക്കലി കാണുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കുള്ള ധാരണയുള്ളൂ. 5-ാം തീയതി അന്ന് തീർക്കുമെന്നാണ് പറയുന്നത്. 5-ാം തീയതി വൈകുന്നേരം വരെ അവർക്ക് സമയമുണ്ട്. 6-ാം തീയതിയാണ് കോടതിയിൽ കേസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 5-ാം തീയതിക്ക് തീർക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. തീരുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാൻ 5-ാം തീയതി ഈ പൈപ്പ് മാറ്റാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. നമുക്കിവിടെ ഒരു പ്രദേശവാസിയുണ്ട്, നമുക്ക് അദ്ദേഹത്തോടു കൂടി ചോദിക്കാം. ഈ പൈപ്പ് 5-ാം തീയതിയോടുകൂടി മാറ്റും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്? നമുക്ക് പ്രതീക്ഷ ഹൈക്കോടതിയിലാണ്. ഇവരിൽ യാതൊരു പ്രതീക്ഷയില്ല. ഹൈക്കോടതി പറഞ്ഞതുകൊണ്ട് അവർ എന്തെങ്കിലും കാട്ടിക്കൂട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ. അല്ലാതെ ഇവരുടെ പണി പോയി കഴിഞ്ഞാൽ 5-ാം തീയതി നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഈ ഡ്രെയിനേജ് സിസ്റ്റം ഇവിടെ കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് അവർ എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ട് നടത്തുക. ഇനിയിപ്പോൾ മണ്ണിൻ്റെ അടിയിൽ പൈപ്പായി കഴിഞ്ഞാൽ അത് പൊട്ടിയാലും ഒന്നും ഒരു പ്രശ്നമല്ല. എങ്ങനെയാലും മണ്ണിലടിയിലാക്കുക എന്നൊരു ജോലി മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ക്ലിയറായിട്ട് ഡ്രെയിനേജാണ്. ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സംഭവമാണ്. വളരെ ക്ലിയറായിട്ട് വളരെ വൃത്തിയായിട്ട് ചെയ്യേണ്ട ഒരു ജോലി. അതുപോലെ തന്നെ ഭംഗിയായിട്ട് ഈ 4 മാസമായിട്ട് ചെയ്യാൻ മതിയാത്ത 5 ദിവസം കൊണ്ട് ചെയ്യുമെന്നൊന്നും നമുക്ക് യാതൊരു ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്യുമെന്ന് ഉള്ളൊരു പ്രതീക്ഷ ഇപ്പം നമുക്ക് അസ്തമിച്ചിരിക്കുകയാണ്. ധൃതി പിടിച്ചൊരു പണിയാണ് ഇപ്പം നടത്തുന്നത്. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. 24 മണിക്കൂറും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഈ പണി എത്രയും വേഗം പൂർത്തിയാക്കണമെന്നുള്ളതാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ നൽകിയിട്ടുള്ള നിർദ്ദേശം. അത് ജൂലൈ 5-ന് മുൻപ് പൂർത്തിയാക്കണം. സാധാരണക്കാരായി ഇവിടെ താമസിക്കുന്നവരുണ്ട്, ആശുപത്രിയുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. മഴക്കാലമാണ്. ഇവർക്ക് ഈ പൈപ്പ് മറികടക്കുക പോലും വളരെ ദുഷ്കരമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ഈ ചാക്കിൽ ചവിട്ടി വേണം ഇവർക്കിത് കടന്നു പോകാനുണ്ട്. മഴക്കാലം വന്നാൽ എത്രത്തോളം ഈ സുരക്ഷ ഇതിനുണ്ട് എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും ഇക്കാര്യങ്ങളിൽ ഒരു ശാശ്വത പരിഹാരം വേണം എന്നുള്ളത് തന്നെയാണ് ആനേറ നിവാസികളുടെ ആവശ്യം. അരുൺ പാലോടിനൊപ്പം ഐശ്വര്യ അനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം.
ആനേറ നിവാസികളുടെ ദുരിതം അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ അതിശക്തമായ മഴ പെയ്യുകയാണ് എന്നുള്ളതാണ്. നിലവിൽ ജില്ലയിലുള്ളത് ഓറഞ്ച് അലേർട്ടാണ്. ഒപ്പം അതിതീവ്ര മഴ മുന്നറിയിപ്പും നിലനിൽക്കുന്നു. പുലർച്ചെ തുടങ്ങിയ മഴയാണ്, ഇപ്പോഴും ശക്തമായ മഴയാണ്. ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിലും നിരവധി കമന്റുകൾ വരുന്നത് ഇപ്പോഴും അത് തന്നെയാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ അറിയേണ്ടത് അവധിയുണ്ടോ, ഇന്ന് അവധിയുണ്ടോ, നാളെ അവധിയുണ്ടോ എന്നാണ്. പ്രത്യേകിച്ച് നമ്മളോട് ജോയിൽ സൈജ് ചോദിക്കുന്നുണ്ട്, നാളെ അവധിയാണോ? കുറേ തവണ ചോദിച്ചിട്ടുണ്ട്, നാളെ അവധിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം അറിയാൻ സാധിക്കും. പിന്നെ അഭിനവ് പ്രതി ചോദിക്കുന്നുണ്ട്, കൊല്ലത്ത് നല്ല മഴയാണ്, കണ്ണുപൊട്ടന്മാരാണോ അവിടെ ഉള്ളത്? അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ദേവിപ്രിയ പറയുന്നുണ്ട്, കോട്ടയം ജില്ലയിൽ അവധി തരുമോ ചേച്ചി, ഒന്ന് പറയുമോ, അവധി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ജില്ലാ കളക്ടർമാർ കാണുന്നുണ്ടോ എന്ന് കരുതാം. എന്തായാലും വലിയ അവധികൾക്കൊന്നും നിലവിൽ എന്തായാലും 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമേ അവധിയുള്ളൂ. നാളെ അവധി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വൈകുന്നേരത്തോടെ ഒരു തീരുമാനമാകും എന്നാണ് പറയാനുള്ളത്. നമുക്ക് എന്തായാലും മറ്റു വാർത്തകളിലേക്ക് വരണം. ഒപ്പം പത്രം 18മായി കിരൺ ബാബു. അങ്ങനെ നമ്മൾ പ്രഭാത കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇനി നേരെ എങ്ങോട്ടാണ്? പത്രം 18ൽ കിരൺ ബാബു ചേരും. കിരൺ, പത്രം 18 നമുക്ക് ആരംഭിക്കാം. പ്രധാനപ്പെട്ട വാർത്തകൾ വായനക്കാർക്കായി ഇന്ന് പത്രങ്ങളിൽ എന്തൊക്കെയാണ്? നമസ്കാരം രഞ്ജിത്ത്, നമസ്കാരം ഭവ്യ. ഇന്നും മഹാരാഷ്ട്രയിലെ മഹാനാടകത്തിൻ്റെ ബാക്കി പത്രങ്ങളൊക്കെയാണ്. രണ്ടുപക്ഷവും അയോഗ്യത ആയുധമാക്കിക്കൊണ്ടുള്ള പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞു. രണ്ടുപക്ഷവും ശക്തി തെളിയിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ, ഇതടക്കമുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ഉണ്ട്. എന്തായാലും പത്രം 18ലേക്ക് സ്വാഗതം. നമുക്ക് മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ഓരോ പത്രങ്ങളിലായി വ്യത്യസ്തമായ മറ്റ് ചില വാർത്തകൾ കൂടിയുണ്ട്. ആദ്യം കേരളകൗമുദിയുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്ത തദ്ദേശത്തിൽ ഇളക്കി പ്രതിഷ്ഠ എന്നുള്ളതാണ്. 6316 പേരെയാണ് ഒറ്റയടിക്ക് മാറ്റിയിരിക്കുന്നത്. ആകെ 31,451 പേരുണ്ടെങ്കിൽ അതിൽ 6000 പേര്, 5-1 പേരെയും മാറ്റി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർക്കെല്ലാം ട്രാൻസ്ഫർ നൽകിയിരിക്കുകയാണ്. അവിടെ അഴിമതി മുക്തമാക്കാൻ വേണ്ടിയാണ്. ഓരോ ഓഫീസിൽ തന്നെ ചിലർ സ്ഥിരമായിരിക്കുമ്പോൾ അവിടെ അഴിമതി വരാനുള്ള സ്വാധീനം കൂടുതലാണ്, അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ കൂടുതലാണ്. അവർ അവിടുത്തെ ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവിടുത്തെ വരുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒരു ചെറിയ ശൃംഖലയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയുള്ളൊരു വലിയ ശ്രമം തദ്ദേശ വകുപ്പിൽ നടക്കുന്നു. അഴിമതിയെ തുടച്ചു മാറ്റുക, സ്ഥലം മാറ്റത്തിലൂടെ പരാതികൾ പരിഹരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ 6316 ജീവനക്കാരെ ഒറ്റയടിക്ക് സ്ഥലം മാറ്റി. ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ബ്ലോക്കിലേക്ക് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്കോ കോർപ്പറേഷനിലേക്കോ നഗരസഭയിലേക്കോ തിരിച്ചുമാണ് മാറ്റിയത്. ഇപ്പോൾ സ്ഥിരമായി നഗരസഭയിലിരിക്കുന്ന ആളുകൾ, അവിടെ അങ്ങനെ വർഷങ്ങളായി ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അവരെയൊക്കെ ഇനിയിപ്പോൾ ഗ്രാമപഞ്ചായത്തിലേക്കോ ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ മാറുക. ജില്ലാ പഞ്ചായത്തിലും ഇങ്ങനെയൊക്കെ ഇരുന്ന് അട്ടിപ്പേറായിരുന്നു കൊണ്ട് തന്നെ ചില അഴിമതി കാണിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെ മാറ്റി. എല്ലാവരും അഴിമതിക്കാരാവണമെന്നില്ല, മാറ്റുന്നവർ അല്ലാത്ത ആളുകളുമൊക്കെ ഉണ്ട്. എന്തായാലും ഒരു ഇളക്കി പ്രതിഷ്ഠ എന്തായാലും ഈ വകുപ്പുകളെല്ലാം നന്നാകാൻ വേണ്ടി ഉള്ള തീരുമാനത്തിൻ്റെ ഭാഗം കൂടിയാണ്. അത് എന്തായാലും നടപ്പായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാന വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് കേരളകൗമുദിയിലെ പ്രധാന വാർത്ത ഇന്ന് എനിക്ക് തോന്നുന്നു ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം തന്നെ, ഓൺലൈൻ ഈ സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ചാനലുകളിലും എല്ലാം വന്നാണ് ക്ലാസ്സിൽ ലാലേ ലാല ടീച്ചറും കുട്ടിയും വൈറൽ എന്നുള്ള ഒരു ടീച്ചർ ക്ലാസ്സിൽ പാട്ട് പാടുമ്പോൾ ഒരു 5ാം ക്ലാസ്സുകാരൻ അതിന് താളമിടുകയാണ്. നമ്മൾ പലരും കണ്ടു കാണും ആ വീഡിയോ എന്ന് പ്രതീക്ഷിക്കുന്നു. ആ വീഡിയോ ടീച്ചർ തന്നെ അത് വീഡിയോയിൽ മൊബൈലിൽ പകർത്തി അത് വൈറലായപ്പോൾ ആ താളത്തിന് അത്രത്തോളം ആ പാട്ടിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് 5ാം ക്ലാസ്സുകാരൻ്റെ താളം. എന്തായാലും ആ വാർത്തയെക്കുറിച്ച് കേരളകൗമുദി 1ാം പേജിൽ നൽകിയിട്ടുണ്ട് വാർത്ത. മറ്റൊന്ന് ദീപികയുടെ 1ാം പേജിലെ വാർത്തയാണ്. റിപ്പോർട്ട് തേടി സുപ്രീം കോടതി എന്നുള്ളതാണ്. മറ്റ് പല പത്രങ്ങളും ഇത് 1ാം പേജിലെ പ്രധാന വാർത്തയായി തന്നെ നൽകിയിട്ടുണ്ട്. മണിപ്പൂർ ഇപ്പോഴും അശാന്തമായി തന്നെ തുടരുകയാണ്. കലാപം രൂക്ഷമായ സാഹചര്യത്തിൽ തന്നെയാണ് മണിപ്പൂർ തുടരുന്നത്. അവിടെ പലതരത്തിലുള്ള സമാധാന ശ്രമങ്ങൾ നടത്തുമ്പോഴും അതെല്ലാം പൂർണ്ണമായി വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അവസ്ഥയാണ്. ഇപ്പോൾ എന്തായാലും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടെന്നാണ് കേന്ദ്ര സർക്കാർ അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കൂടുതൽ വഷളായെന്നാണ് മണിപ്പൂർ ട്രൈബൽ ഫോറം പറയുന്നത്. മുമ്പത്തേക്കാൾ കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് പോയി എന്നും പറയുന്നു. എന്തായാലും സുപ്രീം കോടതിയുടെ ഇടപെടൽ, സുപ്രീം കോടതി ആ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. മറ്റൊന്ന് ദീപികയിലെ ഇനിയൊരു പ്രധാന വാർത്ത മഹാരാഷ്ട്രയിൽ ഇനി നിയമയുദ്ധം, പാർട്ടി പിടിക്കാൻ ഇരുപക്ഷവും എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിൽ നടക്കുന്ന അങ്ങനെയാണ്. എല്ലാ പത്രങ്ങളും കോമണായുള്ള വാർത്ത ഏതെന്ന് ചോദിച്ചാൽ അത് ഈ 2 വാർത്തകളാണ്. ഒന്ന് മഹാരാഷ്ട്രയിലെ പാർട്ടി പിടിക്കാൻ വേണ്ടി ഇരുപക്ഷവും നടത്തുന്നതും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ അതിസുപ്രധാനമായ മണിപ്പൂർ വിഷയത്തിലെ ഇടപെടൽ. ഈ 2 വാർത്തകളാണ് പൊതുവേ ഉള്ളത്.
മാതൃഭൂമിയും പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് മണിപ്പൂർ കലാപത്തിൽ സുപ്രീം കോടതി സർക്കാർ പറയണം എന്നുള്ളതാണ്. സുപ്രീം കോടതിയുടെ വാചകം സർക്കാർ പറയണമെന്ന്. അതിനോടൊപ്പം തന്നെ അത് വളരെ വിശദമായി തന്നെ ഒരു ഇൻഫോഗ്രാഫിക്സ് രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. 3 മാസം അണയാതെ മണിപ്പൂർ, എന്താണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, മെയ്തേകൾക്ക് പട്ടികവർഗ പദവി നൽകാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ശുപാർശ നൽകണമെന്ന മാർച്ച് 27 മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. കലാപത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 110 പേരാണ്. അഭയാർത്ഥികളാക്കപ്പെട്ടത് 40,000-ഓളം ആളുകളാണ്. ആ വിഷയം ആരാണ് മെയ്തേകൾ, ആരാണ് കുക്കികൾ എന്നതിനെ സംബന്ധിച്ചും അത്യാവശ്യം ഒരു വാർത്ത അറിയാൻ എന്നതിനപ്പുറത്തേക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിയേണ്ട ആളുകൾ കൂടി ബോധ്യപ്പെടുന്ന രീതിയിലേക്കാണ് മാതൃഭൂമി ആ വാർത്ത 1-ാം പേജിൽ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് സാഹിത്യ അക്കാദമിയിലെ പരസ്യ അടി എന്നുള്ളതാണ്. പരസ്യ അടി എന്ന് കേൾക്കുമ്പോൾ അത് പരസ്യമായ ഒരു അടിയല്ല, പരസ്യത്തെ ചൊല്ലിയുള്ള അടിയാണ്. സാഹിത്യ അക്കാദമിയുടെ പുസ്തകങ്ങളിൽ സർക്കാരിൻ്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരസ്യങ്ങൾ പുസ്തകത്തിൻ്റെ കവർ പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. എന്തായാലും അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ ആ വിഷയത്തിൽ അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം ശക്തമായി തന്നെ നിലപാടെടുത്തു. ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. സാഹിത്യകാരന്മാരെല്ലാം ഇന്നലെ അതിശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. സച്ചിദാനന്ദൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. സർക്കാരുകൾ മാറി വരും, പക്ഷേ പുസ്തകങ്ങൾ മാറില്ല, അത് ഓർക്കണം എന്നുള്ളതാണ്. എന്തായാലും സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. സർക്കാരിൻ്റെ ഈ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ഇറക്കിയ പുസ്തകങ്ങളാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പുസ്തകം നൽകിയത് എന്നാണ്. അതും ആ തെറ്റ് തിരുത്തുകയാണ് അക്കാദമി. ഇത് അതിന് നൽകിയിരിക്കുന്നതാണ് പരസ്യ അടി എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന തലക്കെട്ട്. മറ്റൊന്ന് മാതൃഭൂമിയിലെ വാർത്ത, ഇതും എല്ലാ പത്രങ്ങളിലുമുണ്ട്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഡോക്ടറേറ്റ് വിവാദത്തിൽ ആരോപണവുമായി KSU. വ്യാജ ആരോപണമെന്ന് രതീഷ് കാളിയാടൻ പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ അക്കാദമിക് അഡ്വൈസറായ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കാളിയാടൻ്റെ PhD പ്രബന്ധത്തിൽ റെക്കോർഡ് കോപ്പിയടിച്ചെന്ന് KSUവിൻ്റെ ആരോപണം. രതീഷിനെ തൽസ്ഥാനത്ത് നീക്കണമെന്നും സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ആവശ്യപ്പെട്ടു. തലശ്ശേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2019-17 കാലത്ത് മുഴുവൻ സമയ അധ്യാപകനായി ശമ്പളം വാങ്ങി തുടരുമ്പോഴാണ് 2012-14 അസം സർവകലാശാലയിൽ നിന്ന് ചട്ടവിരുദ്ധമായി ഫുൾ ടൈമായി PhD നേടിയത് എന്നതാണ്. പക്ഷേ ഈ ആരോപണം പൂർണ്ണമായും തെറ്റാണെന്ന് പറയുന്ന രതീഷ് കാളിയാടൻ്റെ വിശദീകരണം കൂടി ആ വാർത്തയ്ക്ക് ഒപ്പം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മാതൃഭൂമിയിലെ വാർത്ത നേരത്തെ പറഞ്ഞു, യഥാർത്ഥ NCP ആണുള്ള പൊരിഞ്ഞ പോര്. പ്രഫുൽ പട്ടേലിനെയും സുനിൽ തട്കരെയും പവാർ പുറത്താക്കി. തിരിച്ച് 2 പക്ഷവും പരസ്പരം പുറത്താക്കൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ആരാണ് ഔദ്യോഗിക NCP എന്നുള്ള ചോദ്യമാണ് നിൽക്കുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിന് നൽകുമെന്നുള്ള അർഹതയുണ്ടെന്ന് ശരത് പവാറിൻ്റെ വാചകം കൂടി അതിൽ പ്രത്യേകമായി കോളമായി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മാതൃഭൂമിയിലെ വാർത്ത, തോൽക്കാൻ എനിക്ക് മനസ്സില്ല J. അരവിന്ദ് എന്നുള്ളതാണ്. IFS പരീക്ഷയിൽ കേരളത്തിൽ 1-ാമനായി എത്തിയ അരവിന്ദിനെ കുറിച്ചുള്ള വാർത്തയാണ്. അരവിന്ദ് വളരെ സാധാരണമായ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരികയും ആ ജീവിതത്തിനോടൊക്കെ പടവെട്ടിക്കൊണ്ട് പലതവണ പരീക്ഷ എഴുതി പരാജയപ്പെടുമ്പോഴും ആ പരാജയങ്ങളൊന്നുമല്ല, എനിക്ക് ജയിക്കണം എന്നുള്ളൊരു വാശിയോടുകൂടി തന്നെ പഠിച്ച് അവസാനം പഠിക്കാൻ വേണ്ടി പണം കണ്ടെത്താൻ വേണ്ടി അവിടെ തന്നെ അധ്യാപകനാകുകയും ഒപ്പം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അവസാനം ആ വിജയത്തിലേക്ക് നടന്നീങ്ങിയിരിക്കുന്ന അരവിന്ദിൻ്റെ വാർത്ത സ്വാഭാവികമായും വലിയ വിജയങ്ങൾ ആഗ്രഹിക്കുകയും അതോടൊപ്പം എന്നാൽ ജീവിത സാഹചര്യങ്ങൾ അതിന് തടസ്സമായി നിൽക്കുകയും ചെയ്യുന്ന എത്രയോ ആയിരങ്ങളോ 10,000-ങ്ങളോ ഉണ്ട്. ആ മനുഷ്യർക്ക്, അത്തരം ചെറുപ്പക്കാർക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. ഇന്ന് മിക്ക പത്രങ്ങളും നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ വാർത്ത ഇന്നലെ തന്നെ കേരളകൗമുദി ഈ വാർത്ത അരവിന്ദിനെ കുറിച്ചുള്ള വാർത്ത 1-ാം പേജിൽ തന്നെ നൽകിയിരുന്നു. കേരളത്തിൽ നിന്ന് IFSൽ ഏറ്റവും ഉയർന്ന റാങ്ക്, ദേശീയ തലത്തിൽ 22-ാം റാങ്കാണ് അരവിന്ദ് നേടിയത്. മറ്റൊന്ന് മാതൃഭൂമിയിലെ വാർത്ത, പ്രീകാസ്റ്റ് കോൺക്രീറ്റ് നിർബന്ധമാക്കി കേന്ദ്രം, ഇനി റെഡിമെയ്ഡ് ദേശീയപാതകൾ എന്നുള്ളതാണ്. ദേശീയപാത നിർമ്മാണത്തിൽ കുറെ കൂടി എളുപ്പമാക്കുന്ന ഒരു ടെക്നോളജി നിർബന്ധമാക്കാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നു. ദേശീയപാത വികസനം പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലടക്കം വലിയ തോതിലുള്ള വികസനം നടക്കുന്നു. ആ ഘട്ടത്തിൽ ഇത്തരം ഈ പാലങ്ങൾ നിർമ്മിക്കാൻ, മേൽപ്പാലങ്ങൾ അല്ലെങ്കിൽ അത്തരം ഘട്ടങ്ങളിലെല്ലാം ഈ പുതിയ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ടെക്നോളജി ഉപയോഗിക്കണം. അത് വന്നാലുള്ള മെച്ചം, ഡിസൈൻ അനുസരിച്ച് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് മാതൃകകൾ കൃത്യ അളവിൽ നിർമ്മിക്കാൻ കഴിയും. വലിപ്പം, ശക്തി, ഗുണനിലവാരം എന്നിവയിൽ സ്ഥിരത പുലർത്തുന്നുണ്ട്. വേഗത്തിൽ ഘടിപ്പിക്കൽ ജോലികൾ പൂർത്തിയാക്കാം. സമയലാഭമുണ്ട്. മലയോര മേഖലകൾ, വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഇത് വെക്കുന്നത് എളുപ്പമാണ്. സാധാരണഗതിയിൽ മഴ വരുമ്പോഴാണ് ഈ റോഡ് നിർമ്മാണം അടക്കം നിർത്തിവെക്കേണ്ട അവസ്ഥ വരുന്നത്. അത് കേരളത്തിലാണെങ്കിൽ മഴ എത്ര കാലം കൊണ്ട് അവസാനിക്കുമെന്നും പറയാനാവില്ല. പക്ഷേ ആ ഘട്ടത്തിലടക്കം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന, നിർമ്മാണങ്ങൾ തുടരാൻ കഴിയുന്ന സംവിധാനത്തിലേക്കാണ് മാറുന്നത്. പഴയ റോഡ് നിർമ്മാണത്തെക്കാൾ കൂടുതൽ ബലമുള്ള അല്ലെങ്കിൽ കൂടുതൽ ഈട് നിൽക്കുന്ന, വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന ആ സംവിധാനം ഉപയോഗിക്കാനാണ്. എന്താണ് ഈ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് എന്നതും അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്നും 25% സ്ഥലത്തെങ്കിലും ഈ പ്രീകാസ്റ്റ് ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. ഇൻഫോർമേറ്റീവായ ഒരു വാർത്ത തന്നെയാണ്. CR കൃഷ്ണകുമാറാണ് മാതൃഭൂമിക്ക് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്
സാധാരണഗതിയിൽ ക്രിക്കറ്റിനെ കുറിച്ച് വലിയൊരു ആരോപണം ഉയർന്നത് ഇത് സമ്പന്നന്മാരുടെ കളിയാണ്, അല്ലെങ്കിൽ ഇത് ഉന്നത കുലജാതരുടെ കളിയാണ് എന്നൊക്കെ. അവിടേക്കൊക്കെ സാധാരണ മനുഷ്യർ കടന്നു വരുന്നത് കുറവായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, അതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് ഒരു ആദിവാസി പെൺകുട്ടി ആ രംഗത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളത് അഭിമാനകരമായ വസ്തുത തന്നെയാണ്. കേരളത്തിനും ഏറെ അഭിമാനിക്കാവുന്നതാണ് ആ തരത്തിൽ വാർത്ത നൽകിയത്. ആ വാർത്തയുടെ പ്രത്യേകത, വാർത്തയ്ക്ക് പ്രധാന ചിത്രമായി നൽകിയിരിക്കുന്നത് മിന്നുമണിയുടെ വീടും വീട്ടിലെ അച്ഛനും അമ്മയും സഹോദരങ്ങളും അമ്മുമ്മയും നിൽക്കുന്ന ഒരു ചിത്രമാണ്. എന്നിട്ട് ആ ചിത്രത്തിന് ഇൻട്രോ വാർത്ത കൊടുത്തത്, ഈ ചിത്രത്തിൽ മിന്നുമണി ഇല്ല, പക്ഷേ ഈ കൊച്ചു വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന 4 പേരുടെ കണ്ണിൽ മിന്നുമണി കൈവരിച്ച നേട്ടം മിന്നുന്നുണ്ട് എന്നുള്ളതാണ്. ആ മിന്നുമണിയുടെ ചിത്രം കാണിക്കാതെ തന്നെ ആ ചിത്രം വേറെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ചിത്രത്തിൽ ഇല്ലാതെ തന്നെ അവരുടെ സന്തോഷം കാണിക്കുന്ന ഒരു ആ ചിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇൻട്രോ കൂടി നൽകാൻ മനോഹരമായി തന്നെ ആ വാർത്ത 1-ാം പേജിൽ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിരിക്കുന്നു. മറ്റൊന്ന് മനോരമയിലെ വാർത്ത സ്വാഭാവികമായും അക്കാദമി പുസ്തകങ്ങളുടെ സർക്കാർ പരസ്യത്തെ സംബന്ധിച്ചാണ്. അത് മനോരമ ആ ഒരു താല്പര്യം കൂടി വെച്ചിട്ട് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി, മറ്റ് പത്രങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി നൽകുകയും അതിനൊരു കാർട്ടൂൺ കൂടി നൽകിയിട്ടുണ്ട്. 2-ാം ഊഴം ഇനി ഇറക്കുകയാണെങ്കിൽ ആ 2-ാം ഊഴത്തിൽ 2-ാം ഊഴക്കാരനായ എൻ്റെ ചിത്രം വെക്കണമെന്ന് പിണറായി വിജയൻ സച്ചിദാനന്ദനോട് പറയുന്നതും ആയ ഒരു കാർട്ടൂൺ കൂടിയാണ് അതിൽ നൽകിയിരിക്കുന്നത്. സർക്കാരുകൾ വീഴാനും പുസ്തകങ്ങൾ നിലനിൽക്കാനും ഉള്ളതാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ പുലർത്താൻ അക്കാദമിക്ക് ബാധ്യതയുണ്ടെന്ന് സച്ചിദാനന്ദൻ്റെ പ്രതികരണവും പ്രത്യേകമായി നൽകിയിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് സിനിമാ പോസ്റ്ററിലടക്കം ഇത്തരം മാറ്റങ്ങൾ വന്നതിനെക്കുറിച്ച് അകത്തെ പേജിൽ പ്രത്യേക വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മനോരമയിലെ പ്രധാനപ്പെട്ട ഒരു 1-ാം പേജിലെ പ്രധാനപ്പെട്ട ഒരു ചിത്രം എന്ന് പറയുന്നത്, മനോരമയിൽ മാത്രമാണ് ആ ചിത്രം 1-ാം പേജിൽ കണ്ടത്, ചിലപ്പോൾ മറ്റു പത്രങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇംഗ്ലണ്ടിൽ ഇന്നലെ ആരംഭിച്ച വിംബിൾഡൺ ടെന്നീസ് ടൂർണമെൻറ്റിൻ്റെ പ്രചാരണത്തിൽ ഇടം നേടിയ കേരളത്തിൻ്റെ വള്ളംകളി. വിംബിൾഡണിലെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിലാണ് ടെന്നീസ് താരങ്ങൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ വള്ളം തുഴയുന്ന ഗ്രാഫിക്കൽ ചിത്രമുള്ളത്. കേരളവും ലണ്ടനിലും കൈകൊടുക്കുന്ന ഇമോജിയും ചിത്രത്തിനൊപ്പമുണ്ട്. ലോകമാകമാനം കാണുന്ന ആരാധകരുള്ള വിംബിൾഡണിൽ എത്തുന്ന പുരുഷ വനിതാ താരങ്ങളാകെ കേരളത്തിൻ്റെ വള്ളംകളിയിൽ 2 ചുണ്ടൻ വള്ളങ്ങളിൽ ഇരുന്നുകൊണ്ട് 2 വള്ളങ്ങളിലിരുന്ന് അവർ തുഴയുന്ന ഒരു ചിത്രം, അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നൽകിയിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചും വള്ളംകളിയെ സംബന്ധിച്ചുമൊക്കെ ഏറെ ടൂറിസം മേഖലയിലൊക്കെ ഏറെ സഹായിക്കുന്ന ഒരു വാർത്തയും ചിത്രവും കൂടിയാണ് ഇത്. മറ്റൊന്ന്, എതിർപ്പിനൊരുങ്ങി CPM, രാഷ്ട്രീയ പോരിന് കോൺഗ്രസും. ഏക സിവിൽ കോഡിനെ ചൊല്ലിയാണ് കേരളത്തിൽ ഇപ്പോൾ വലിയ തർക്കം നടക്കുന്നത്. ഇതിൽ ആർക്ക് കൂടുതൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാവും, ആരുടെ നിലപാടൊക്കെയാണ് ആത്മാർത്ഥ എന്നതിനെ ചൊല്ലി 2 പാർട്ടികളും വലിയ തർക്കത്തിലേക്ക് നിൽക്കുകയാണ്. ലീഗ് ഇതിനിടയിൽ നിൽക്കുന്നു. ആ തർക്കത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു രാഷ്ട്രീയ അവലോകന സ്റ്റോറിയാണ് സുജിത് നായർ തിരുവനന്തപുരത്ത് നിന്നും നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, കേരളത്തിൽ കേന്ദ്ര മന്ത്രിസഭ അഴിച്ചുപണി സംബന്ധിച്ചാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് സംബന്ധിച്ച വാർത്തകൾ വരുന്നുണ്ട്. പലതരത്തിലുള്ള വാർത്തകളാണ് ഈ വാർത്തകൾ. പക്ഷേ എല്ലാ ചാനലുകളായാലും പത്രങ്ങളായാലും എല്ലാം നൽകുന്നത് സാധ്യതകളും ഊഹങ്ങളും ഒക്കെ വെച്ചുള്ള വാർത്തകളാണ്. കേരളത്തിൽ അങ്ങനെ ഒരു സാധ്യതയാണ്. വി മുരളീധരൻ സംസ്ഥാന നേതൃത്വത്തിലേക്കോ എന്നൊരു ചോദ്യമാണ്. ചോദ്യചിഹ്നം വിട്ട് തന്നെയാണ് വാർത്ത നൽകിയിരിക്കുന്നത്. പകരം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവുമ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ സംസ്ഥാന നേതൃത്വത്തിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യത, ആരൊക്കെയാണ് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതകൾ, അത്തരമൊരു സാധ്യതകളൊക്കെ ആലോചിക്കുന്ന ഒരു വാർത്തയാണ് മനോരമ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ദേശാഭിമാനിയുടെ വാർത്തയാണ്. ദേശാഭിമാനി, ഏക സിവിൽ കോഡ് കോൺഗ്രസ് പല തട്ടിൽ എന്നുള്ളതാണ്. സ്വാഭാവികമായും ദേശാഭിമാനിയുടെ താല്പര്യം മുൻനിർത്തുന്ന ഒരു പ്രധാന വാർത്ത തന്നെയാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. അതിൽ എസ് സി വേണുഗോപാലും വി ഡി സതീശനും കെ സുധാകരനും ഇന്നലെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞതിലും ചില വ്യത്യസ്തതകളുണ്ടായിരുന്നു. വ്യത്യസ്തമായ നിലപാടാണ്. ഒരുമിച്ച് കൂട്ടിക്കെട്ടാവുന്ന നിലപാടല്ല പറഞ്ഞത്. ആ നിലപാടിലെ വ്യത്യസ്തത കൃത്യമായി തന്നെ ദേശാഭിമാനി 3 കോളമായി തന്നെ പ്രത്യേകം നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ തുറന്നെതിർത്തില്ല എന്നുള്ള ഒരു വാർത്ത കൂടി പ്രത്യേകമായും തന്നെ നൽകിയിരിക്കുന്നു. ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്ന ലീഗ് സമരത്തിൽ, ഒരു ഒരുമിച്ചുള്ള സമരത്തിൽ ക്ഷണിച്ചാൽ പങ്കെടുക്കാമെന്ന ലീഗിൻ്റെ പ്രതികരണവും 1-ാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ദിനേശ് വർമ്മയുടെ വാർത്തയാണിത്. വീക്ഷണം നൽകിയിരിക്കുന്നത്, കത്തിരാകിയവർ ഉന്നത സ്ഥാനങ്ങളിൽ, കൊല്ലാൻ ശ്രമിച്ചത് 6 തവണ എന്ന കെ സുധാകരൻ്റെ വാർത്തയാണ്. കെ സുധാകരനെ കൊല്ലാൻ 6 തവണ CPM ശ്രമിച്ചു എന്ന് കെ സുധാകരൻ പറഞ്ഞ വാർത്തയാണ്. കഴിഞ്ഞ ദിവസം കൊല്ലാനുള്ള ശ്രമം നടത്തിയെന്ന് ശക്തിധരൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ടായിരുന്നു. അതിന് തുടർച്ചയായി എന്നതാണ്. 1 തവണയല്ല 6 തവണ തന്നെ കൊല്ലാൻ CPM ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത. അത് 1-ാം പേജിൽ പ്രാധാന്യത്തോടു കൂടി തന്നെ കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണം നൽകിയിട്ടുണ്ട്. മറ്റ് പത്രങ്ങളിലേക്കടക്കം കയറേണ്ടതായിരുന്നു. പക്ഷേ എന്തായാലും സമയപരിമിതി മൂലം ഈ പത്രം 18 ഇന്ന് പൂർണ്ണമാവുകയാണ്. ശരി, കിരൺ ബാബുവാണ് പത്രം 18 ചേർന്നത്. നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. UK ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഷാജുവിന് 40 വർഷം ജയിൽ ശിക്ഷ. നോർത്താംപ്ടൺ ക്രൗൺ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കേറ്ററിംഗിൽ മലയാളി നേഴ്സ് അഞ്ജു അശോകിനെയും മക്കളെയുമാണ് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ഡിസംബറിലാണ് കണ്ണൂർ സ്വദേശി ഷാജു ഭാര്യയെയും 6ഉം 4ഉം വയസ്സുള്ള മക്കളെയും കൊല ചെയ്തത്. ഷാജുവിന് ഭാര്യയിലുണ്ടായ സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രോസിക്യൂഷൻ വിലയിരുത്തി. ഭാര്യയ്ക്ക് മറ്റാരുമായോ ബന്ധമുണ്ടെന്ന് സമർത്ഥിക്കാൻ വിചാരണ വേളയിൽ ഷാജു ശ്രമിച്ചു എന്നാണ് കോടതിയുടെ നിരീക്ഷണം.
കാട്ടാക്കട പന്നിയോട് നവവധുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് വിപിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. മരണത്തിൽ പെൺകുട്ടിയുടെ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു. കൊലപാതകമെന്ന സംശയമാണ് ബന്ധുക്കൾ ഉയർത്തിയത്. എന്നാൽ ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ മറ്റു തെളിവുകൾ ഒന്നും ലഭിച്ചില്ലെന്ന് കാട്ടാക്കട പോലീസ് വ്യക്തമാക്കി. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരണമെന്ന നിഗമനമാണുള്ളത്. ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകളില്ലെന്ന വിവരവുമുണ്ട്. ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയാലേ ഇക്കാര്യത്തിൽ പൂർണ്ണമായും വ്യക്തത വരികയുള്ളൂ. മരിച്ച സോനയുടെയും ഭർത്താവിന്റെയും മൊബൈൽ ഫോണുകൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇരുവരുടെയും സുഹൃത്തുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തും. പരിമിതികൾക്കുള്ളിൽ നിന്ന് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ കേരളത്തിൽ 1ാം റാങ്ക് സ്വന്തമാക്കിയ അരവിന്ദിനെ പരിചയപ്പെടാം. ദേശീയതലത്തിൽ 22ാം റാങ്കാണ് അരവിന്ദ് നേടിയത്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ കേരളത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അരവിന്ദാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ആദ്യം തന്നെ ആശംസകൾ നേരുകയാണ്, അഭിനന്ദനങ്ങൾ നേരുകയാണ്. അഭിമാനമായി മാറി കേരളത്തിലിപ്പോൾ. എന്താണ് ആദ്യം പറയാനുള്ളത് പ്രേക്ഷകരോട്? സന്തോഷം. കുറേ വർഷത്തെ പ്രയത്നമാണ്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 7-8 വർഷമായി. ഇതിൻ്റെ അവസാനത്തെ അറ്റംപ്റ്റാണ്. അപ്പോൾ ലാസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇങ്ങനൊരു നേട്ടം കിട്ടിയതിൽ സന്തോഷമുണ്ട് പേഴ്സണലി. എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. പിന്നീട് എങ്ങനെയാണ് ഇങ്ങനൊരു ഡ്രീമിലേക്ക് എത്തിയത്? ബിടെക്കിൻ്റെ പകുതി വഴിക്കാണ് സിവിൽ സർവീസിൽ നിന്നൊരു മോഹം വരുന്നത്. എൻ്റെ ഒരു സീനിയറിന് ആ വർഷം സർവീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൈബർ കൂടിയാണ് എൻ്റെ. അപ്പോൾ മൂപ്പരിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിലേക്ക് വരാമെന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ 2016 മുതൽ കോളേജിൽ നിന്ന് പാസ് ഔട്ടായിട്ട് കണ്ടിന്യൂസ്ലി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. സിവിൽ സർവീസ് ആയിരുന്നു ആദ്യം ഫോക്കസ് ചെയ്തിരുന്നത്. അതിൽ ഒരു പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോയി. പിന്നെ മെയിൻസും പ്രിലിംസൊക്കെ ആയിട്ട് പലതവണയായി. പിന്നെയാണ് കഴിഞ്ഞ വർഷം എൻ്റെ വേറൊരു ഫ്രണ്ട് ജോർജിൻ, മൂപ്പര് ഓൾറെഡി കഴിഞ്ഞതിന് കേരള ഫോറസ്റ്റ് സർവീസിൽ കേരളത്തിൽ നിന്ന് ടോപ്പറാണ്. അപ്പോൾ മൂപ്പരുടെ ഇൻസ്പിറേഷനാണ് ഇതിലേക്ക് വരാനായിട്ടുള്ള പ്രധാന കാരണം. ഇപ്പോൾ ഈ IAS പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? ഇങ്ങനൊരു ശരിക്കും ആഗ്രഹിച്ച് നേടിയെടുത്തു. അപ്പോൾ എന്താണ് അവരോട് പറയാനുള്ളത്? കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് എന്നെ ഈ ഒരു ഫീൽഡിൽ തന്നെ പിടിച്ചു നിർത്താൻ കാരണം ഈ ഒരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയും എൻ്റെ ഫ്രണ്ട് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ വളരെ അൺസർട്ടൺ ആയിട്ടുള്ള റിസ്ക് കൂടിയൊരു എക്സാമാണ് സിവിൽ സർവീസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സർവീസ് എക്സാം. 1-2 വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടാതെ പോയി കഴിഞ്ഞാൽ ജെന്യൂൻലി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഒരിക്കലും വിട്ടിട്ട് പോകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഉപദേശം. നിങ്ങൾക്ക് ഇതിനകത്ത് നിൽക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഫൈനലി നിങ്ങളുടെ ഹാർഡ് വർക്ക് പേ ചെയ്യുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഈ ചെറുതിലെ മുതലേ അങ്ങനെ ആഗ്രഹമുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? കാരണം ചെറുതിലെ മുതലേ അങ്ങനെ ഒരു ഡ്രീം IAS ആവണം, അല്ലെങ്കിൽ IAFS ആവണം, IPS ആവണം, അങ്ങനെ ഡ്രീമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം അവർക്കൊരു ഇൻസ്പിറേഷൻ കൂടിയാണ് അരവിന്ദ്. എന്താണ് അവരോട് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു എക്സാമായിട്ട് മാത്രം കാണുക എന്നുള്ളതാണ് എനിക്ക് പറയേണ്ടത്. ഇത് കിട്ടിയില്ല അല്ലെങ്കിൽ ഇത് നേടിയെടുത്തില്ല എന്ന് കരുതിയിട്ട് ലൈഫിലൊന്നും എൻഡ് ആവുന്നില്ല. അൾട്ടിമേറ്റ്ലി ഇത് ഇന്ത്യയിൽ ഏറ്റവും ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള എക്സാമായിട്ട് കണക്കാക്കുക. കിട്ടിക്കഴിഞ്ഞാൽ നല്ലത്, നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് യൂസ് ചെയ്തിട്ട് അത് ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷന് കിട്ടിയ കഴിവ് യൂസ് ചെയ്തിട്ട് വേറെ ഒരുപാട് ഫീൽഡിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയും ചിന്തിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാത്രമല്ല ഒരു ഡെഡ് എൻഡ് എന്ന് ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ അച്ചീവ്മെൻറ്റിൽ അരവിന്ദ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു സപ്പോർട്ട്, ഫാമിലിയുടെയും ഒക്കെ ഒരു സപ്പോർട്ട്, അതെങ്ങനെയായിരുന്നു? സിവിൽ സർവീസ് മാത്രമല്ല, എൻ്റെ എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ എൻ്റെ കരിയറിൽ ത്രൂ ഔട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയാണ് ഇതിനകത്ത് ഏറ്റവും ബാക്ക് ബോണായിട്ട് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സാണ്. ഇപ്പോൾ ഫ്രണ്ട്സ് തന്നെ 2 പേര്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോർജിൻ ഒരാളാണ്. സർവീസിൽ കയറി മൂപ്പര് എനിക്കൊരു ഇൻവോളണ്ടറിലി ഒരു മെൻറ്റർഷിപ്പ് തരുന്നുണ്ട്. പിന്നെ സിവിൽ 360 IAS അക്കാഡമിയുടെ ഡയറക്ടറായിട്ടുള്ള സുനീഷ്. അപ്പോൾ മൂപ്പരും എൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സപ്പോർട്ട് എൻ്റെ വൈഫ് തന്നെയാണ്, ഗംഗയാണ് പേര്. ഞങ്ങൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ പുള്ളിക്കാരുടെ സപ്പോർട്ട് ഇതിനകത്ത് വളരെ വലിയൊരു ഫാക്ടറായിരുന്നു നേടിയെടുത്തതിൽ. ആഗ്രഹിച്ച ജോലി ആ റാങ്ക് പട്ടികയിൽ ഇപ്പോൾ 1ാമതെത്തി. ആ ജോലിയിൽ പ്രവേശിച്ചാൽ എന്താണ് ഇനിയൊരു അടുത്തൊരു ആഗ്രഹം? അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഞാൻ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോകണമെന്ന് ആഗ്രഹം തോന്നിയ സ്ഥലങ്ങളാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള കാടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പേഴ്സണലി എൻ്റെ ഒരു താല്പര്യം അതിൽ കൂടിയുണ്ട്. ഈ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫിനെയൊക്കെ അടുത്ത് കണ്ടറിയാമെന്നൊരു ഭാഗ്യം എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി. അൾട്ടിമേറ്റ്ലി അതിലുപരിയായിട്ട് ഒരു ഫോറസ്റ്റ് സർവീസർ ഓഫീസർ എന്ന രീതിയിൽ എൻവയോൺമെൻറ്റിനും അല്ലെങ്കിൽ ഇൻ ജനറൽ സൊസൈറ്റിക്ക് ഒരു കോമൺ ഗുഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അപ്പോൾ അരവിന്ദിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഉയരങ്ങൾ കീഴടക്കാനാവട്ടെ, ഔദ്യോഗിക ജീവിതത്തിലും ഉയരങ്ങൾ കീഴടക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. അരുൺ പാലോടിനൊപ്പം ഐശ്വര്യ അനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം.
എന്തായാലും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ കേരളത്തിൽ 1ാം റാങ്ക് നേടിയാണ് അരവിന്ദ് അഭിമാനമാകുന്നത്. എന്തായാലും അരവിന്ദിന് ന്യൂസ് 18ന്റെയും ആശംസകൾ അല്ലേ. യെസ്, നമ്മൾ ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ടീച്ചറുടെ പാട്ടിന് 5ാം ക്ലാസ്സുകാരൻ ഡെസ്കിൽ താളമിട്ടു. അധ്യാപിക ഫോണിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വൈറലായിട്ടുണ്ട്. വയനാട് തിരുനെല്ലി കാട്ടിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിജിത്താണ് നാട്ടുകാരുടെ പ്രിയങ്കരനായത്. രണ്ട് പൊടിക്കണു മീനൂനെ പൊടിക്കണു രണ്ടു കാരി വെത്താവു നാനേ രണ്ട് പൊടിക്കണു മീനൂനെ പൊടിക്കണു രണ്ടു കാരി വെത്താവു നാനേ. ഗോത്രഭാഷയിൽ സ്ഥിരമായി ആലപിക്കാറുള്ള പാട്ടാണ് മ്യൂസിക് ടീച്ചർ അന്ന് പാടിയത്. ദൃശ്യങ്ങൾ പകർത്തിയതും അഞ്ജന ടീച്ചർ തന്നെ. അഞ്ജന ടീച്ചർ അയച്ചു കൊടുത്ത വീഡിയോ കൗതുകം തോന്നി ക്ലാസ് ടീച്ചർ അർഷിത ടീച്ചറാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യം ആയിരക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്തു. മന്ത്രി കെ രാധാകൃഷ്ണനും തന്റെ പേജിൽ ദൃശ്യം പോസ്റ്റ് ചെയ്തു. കാട്ടിക്കുളം അമ്മാനി കോളനിയിലെ ബിജുവിന്റെയും ആതിരയുടെയും മകനാണ് അഭിജിത്ത്. പാട്ട് കേരളക്കരയാകെ ഏറ്റെടുത്തതിന്റെ ആഹ്ലാദത്തിലാണ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. പിന്നെ ഇവന് കൊട്ടുന്നിങ്ങനെ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു, മോനെ ഞാൻ ടീച്ചർ പാടിയാലും മോൻ കൊട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ ആദ്യം ആള് ഭയങ്കര ഷൈ ആയിരുന്നു, ഞാൻ കൊട്ടില്ല ടീച്ചർ, എനിക്ക് മടിയാന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു എന്താ ടീച്ചർ പാടിക്കോ ഞാൻ കൊട്ടിക്കോളാം പറഞ്ഞു. സ്റ്റാറ്റസ് ഇട്ട സമയത്ത് തന്നെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് FBയിൽ ഞാൻ ഇട്ടത്. നല്ല റെസ്പോൺസ് ആയിരുന്നു. മിനിസ്റ്ററിന്റെ ഓഫീസിൽ നിന്നൊക്കെ വിളി വന്നിരുന്നു. മിനിസ്റ്റർ മിനിസ്റ്ററിന്റെ ഫേസ്ബുക്ക് പേജിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. രതീഷ് വാസ്തവൻ, ന്യൂസ് 18 വയനാട്. സ്പോർട്സ് വാർത്തകൾ. സാഫ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ കുവൈറ്റ് ഫൈനൽ ഇന്ന്. ബംഗളൂരുവിലെ ശ്രീകണ്ഠ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മുതലാണ് പോരാട്ടം. ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ ഓരോ ഗോൾ അടിച്ച സമനിലയിൽ പിരിഞ്ഞിരുന്നു. സാഫ് ഫുട്ബോളിൽ ഇന്ത്യക്ക് ഇത് 13ാം ഫൈനലാണ്. 9ാം കിരീടം ലക്ഷ്യമിട്ടാണ് സുനിൽ ഛേത്രിയും സംഘവും ഇറങ്ങുന്നത്. നമുക്ക് ന്യൂസ് 18 ഗുഡ് മോർണിംഗ് അത് അവസാനിപ്പിക്കാനുള്ള സമയമായി. വളരെ ഒരുപാട് വാർത്തകൾ പ്രേക്ഷകർക്കായി നൽകി. മഴ തന്നെയാണ് വാർത്തകളിൽ പ്രധാനമായി നിന്നത്. നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അതെ, എന്തായാലും വരും മണിക്കൂറിൽ കൂടുതൽ വാർത്തകൾ നമ്മൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എന്തായാലും കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറിൽ കാണാം. എന്തായാലും ഇന്നത്തെ വാർത്താ പ്രഭാത കേരളം ഞങ്ങളിവിടെ പൂർണ്ണമാവുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം. അതുവരെ നമസ്കാരം.